नमस्ते साथियों, कैसे आप सभी को एडफिल ലേണിംഗ് में स्वागत है. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഇപ്പോൾ പഠിത്തത്തിൻ്റെ ഫൈനലാണല്ലേ. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഹോൾ ടിക്കറ്റ് വന്നു അല്ലേ, ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഈ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഈ ഒരു 6 ദിവസം മതി നമുക്ക് കേട്ടിട്ട് സ്വന്തമാക്കാം അല്ലേ. ഇപ്രാവശ്യത്തെ കേട്ടിട്ട് നമുക്കുള്ളതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഫ്രീ മൈൻഡായിട്ട് നമുക്ക് ക്ലാസ് കേൾക്കാം അല്ലേ. ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക, അത് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യം എന്തായാലും നമ്മുടേതാണ് കേട്ടിട്ട്. ഇപ്രാവശ്യത്തെ കേട്ടിട്ട് നമുക്ക് സ്വന്തം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് നമ്മളെ PYQലോട്ട് പോയാലോ. നമ്മളെ കാറ്റഗറി 3യുടെ 2023 ഈ മാർച്ചിലെ ഇപ്രാവശ്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലേ. ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? കാണാത്തവർ ഇതിൻ്റെ ലിങ്ക്, ഫസ്റ്റ് പാർട്ടിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അത് കാണാട്ടോ. എന്നിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഒരു ടെൻഷൻ അടിക്കേണ്ട, ഈ 6 ദിവസം മതി നമുക്ക് കേട്ടിട്ട് സ്വന്തമാക്കാം. ഓക്കെ ओके, सो हमारा पहला क्वेश्चन है, निर्मल वर्मा के उपन्यास अंतिम आरण्य में किस पर जोर दिया गया है? ऑप्शन है बुजुर्गों के अकेलेपन पर, बाल मनोविज्ञान पर, पर्यावरण संबंधी समस्याओं पर, मछुआरों के जीवन पर. ഇതിലെ ഈ ഓപ്ഷനിൽ ഏതിനെ കുറിച്ചാണ് നമ്മളെ നിർമ്മൽ വർമ്മയുടെ അന്തിം ആരണ്യയിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഉപന്യാസമാണ് ഇത് അന്തിമാരണ്യ. അതിൻ്റെ പ്രതിപാദ്യം എന്താണ്, എന്തിനെ കുറിച്ചാണ് ആ ഒരു ഉപന്യാസത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. മച്ചുവാരോं के जीवन पर, അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത രീതിയെ കുറിച്ച്, അവരുടെ ജീവിത കഥയെ കുറിച്ച്. पर्यावरण संबंधी समस्याओं पर, എന്താണ് നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച്, സമസ്യ എന്ന പ്രോബ്ലംസ്. ബാൽ മനോവിജ്ഞാന पर, എന്താ മീനിങ്? സൈക്കോളജിയിലെ ചൈൽഡ് സൈക്കോളജി. ബുസുർഗോं के अकेलेपन पर, നമ്മളെ പ്രായമായവരുടെ ഒറ്റപ്പെട്ട ജീവിത രീതിയെക്കുറിച്ച്. എന്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഉപന്യാസത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ് അതിൻ്റെ മെയിൻ പോയിന്റ്സ്? എന്താണ് ആൻസർ? ബുസുർഗോं के अकेलेपन पर. ഓക്കെ, അന്തിമാരണ്യയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബുസുർഗോं के अकेलेपन पर. നോക്കാം, നമുക്ക് നിർമ്മൽ വർമ്മയുടെ പ്രമുഖമായ 1-2 രചനകളെ കൂടെ നമുക്ക് ഇതിനോടൊപ്പം പരിചയപ്പെടാം. വേ ദിൻ, അദ്ദേഹത്തിൻ്റെ പെഹ്ല ഉപന്യാസ്. നോട്ട് ചെയ്യണം കേട്ടോ. വേ ദിൻ ആണ് നിർമ്മൽ വർമ്മയുടെ പെഹ്ല ഉപന്യാസ്. രാത് കാ റിപ്പോർട്ടർ, ഇച്ച് കടാ സുഖ്, ലാൽടീൻ കി ഛത് और अंतिम आरण्य. अंतिम आरण्य ഏതാണ്? അന്തിം ഉപന്യാസാണ്. മാർക്ക് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്യാൻ. അന്തിം ഉപന്യാസാണ് ഏത്? അന്തിം ആരണ്യ. അതിൻ്റെ പ്രതിപാദ്യം എന്താണ്? ബുസുർഗോं की अकेलेपन पर. പിന്നെ അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹം ഏതാണ്? പരിന്ദേ. പരിന്ദ ഒന്ന് നോട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ പരിന്ദേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് പരിന്ദേ. അത് ആര് എഴുതിയതാണെന്നാണ് ചോദിച്ചത്. ഇതിലെന്താ ചോദിച്ചത്? നിർമ്മൽ വർമ്മയുടെ അന്തിം ആരണ്യം തന്നെ ചോദിച്ചു. പക്ഷെ ഇതിലെന്താ ചോദിച്ചത്? പരിന്ദേ ആരുടെ രചനയാണെന്ന്. പരിന്ദേ, കൗവേ ഓർ കാലാപാനി, ബീച്ച് ബഹസ് മേ, ജൽത്തി ജാടി, ഇതെല്ലാം എന്താണ്? കഹാനി സംഗ്രഹമാണ്. പ്രമുഖ രചനയായവ. ഇതിൻ്റെ കൂടെ വേറെയുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകൾ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്ത് നോക്കാം. അതിൽ മെയിനായിട്ട് വരുന്നത് പരിന്ദേ, അതേപോലെ അന്തിമാരണ്യ, വേ ദിൻ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ओके, सेकेंड क्वेश्चन, चिंतामणि निबंध संग्रह किसका है? चिंतामणि निबंध संग्रह यह किसकी है? किसका है? आचार्य रामचंद्र शुक्ल का, विद्यानिवास मिश्र का, നഗേന്ദ്ര का और ഹസാരി പ്രസാദ് ദ്വിവേദി का. ഇവരിൽ ആരാണ് ചിന്താമണി നിബന്ധം എഴുതിയിരിക്കുന്നത്? ആരായിരിക്കും ചിന്താമണി നിബന്ധ സംഗ്രഹം എഴുതിയത്? വളരെ പ്രശസ്തമായ നിബന്ധ സംഗ്രഹമാണ്. और
ഓർത്ത് വെക്കണം. ആൻസർ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ആരാണ്? ആചാര്യ രാമചന്ദ്ര ശുക്ല. അദ്ദേഹത്തിന്റെ നിബന്ധ സംഗ്രഹമാണ് ഏത്? ചിന്താമണി. ഓക്കെ, നോക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ ഒരു ഇതിഹാസ ഗ്രന്ഥം ഉണ്ടല്ലോ, അതേതാണ്? ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് അല്ലേ? അദ്ദേഹത്തിന്റെ ഈ സാഹിത്യ ഇതിഹാസത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള കവികളും അതേപോലെ സാഹിത്യകാരന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ഇതിഹാസ അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കൂ, हिंदी साहित्य में काल निर्धारण में एवं पाठ्यक्रम निर्माण में आज भी इससे आधार माना है. आज भी ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ സാഹിത്യ ഇതിഹാസത്തിന് ആധാരമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. കാൽ നിർധാരൻ അറിയില്ല എന്താണ് കാൽ നിർധാരൻ? ആ കാൽ നിർധാരണത്തിന്റെ ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്യണം. ആരാണ് ഫസ്റ്റ് കാൽ നിർധാരണം ചെയ്തിരിക്കുന്നത്? ആരായിരുന്നു? ഗ്രിയർസൺ അല്ലേ? അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാട്ടോ. അതൊക്കെ എക്സാം പോയിന്റിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് നോട്ട് ചെയ്യേണ്ടതാണ്. ചിന്താമണി ആരായിരിക്കുന്നത്? ആചാര്യ രാമചന്ദ്ര ശുക്ല. അദ്ദേഹത്തിന്റെ പ്രമുഖ ഇതിഹാസമാണ് ഏത്? ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. നെക്സ്റ്റ് ഏതാണ്? സു തുളസി ജായ്സി ഗ്രന്ഥാവലി രസമീമാംസ. ഇതിന്റെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ വന്നാണ്, രസമീമാംസ ആരുടേതാണെന്ന് കേട്ടോ. കാവ്യമേ രഹസ്യവാദ്, ഇതെല്ലാം എന്താണ്? ആലോചനാത്മക് നിബന്ധാണ് കേട്ടോ. പിന്നെ ചിന്താമണി, മിത്രത, ക്രോധ്, ഇതെല്ലാം നിബന്ധാണ്. പിന്നെയോ ഹിന്ദി ശബ്ദ സാഗർ, നാഗരി പ്രചാരണി പത്രിക, ഇതെല്ലാം എന്താണ്? സമ്പാദിത് കൃതിയ. ഓക്കെ, ഇത് നോക്കണേ. ഹിന്ദി ശബ്ദ സാഗർ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ആരുടെ സമ്പാദനമാണ് എന്നുള്ളത് കേട്ടോ. മറന്നു വെറുതെ. രസമീമാംസ ഇതിന് മുന്നേ ചോദ്യത്തിൽ വന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ആചാര്യ രാമചന്ദ്ര ശുക്ല. ഓക്കെ, വരൂ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ശേഖർ ഏക് ജീവനി കിസ് വിധ की रचना है? ശേഖർ ഏക് ജീവനി നോട്ട് ചെയ്യാ. ഇതിന്റെ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ശേഖർ ഏക് ജീവനി. ഓക്കെ, നോട്ട് ചെയ്യാട്ടോ. ശേഖർ ഏക് ജീവനി കിസ് വിധ की रचना है? ഏത് വിധയാണ്, ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ജീവനി, രേഖാചിത്ര, ഉപന്യാസ്, സംസ്മരൺ, ഇതിൽ ഏത് വിഭാഗത്തിലാണ് ശേഖർ ഏക് ജീവനി വരുന്നത്? ഏത് വിഭാഗമാണ്? ശേഖർ ഏക് ജീവനി ആരുടേതാണ്? ആരുടെ കൃതിയാണ് ശേഖർ ഏക് ജീവനി? അഖേജിയുടെ അല്ലേ? ജീവനി, രേഖാചിത്ര, ഉപന്യാസ്, സംസ്മരൺ. ഉപന്യാസ് ആണ് കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ? ഉപന്യാസ്. നോക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു രചനകള്. ശേഖർ ഏക് ജീവനി, സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായ്. അഖേയുടെ ഫുൾ നെയിം എന്താണ്? സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായ്. അഖേ ജി കാ ഹെ ശേഖർ ഏക് ജീവനി. പിന്നെ ഇത് എങ്ങനത്തെ കൃതിയാണ്? മനോവിശ്ലേഷണാത്മക് ഉപന്യാസ് ഹെ. ശേഖർ ഏക് ജീവനി മനോവിശ്ലേഷണാത്മക് ഉപന്യാസ് ഹെ. അതിന്റെ 2 പാർട്ടായിട്ടാണ് അതിരിക്കുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു പ്രമുഖ രചനകൾ ഏതൊക്കെയാണ്? ഹരി ഗാസ്പ ക്ഷൺബർ, അദ്ദേഹത്തിന്റെ പെഹലി രചനയും അതേപോലെ തന്നെ അന്തിം രചനയും, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാട്ടോ. അത് പെഹലി രചന ഏതാണ്? ഹരി ഗാസ്പ ക്ഷൺബർ. നദി കെ ദ്വീപ്, ആംഗൻ കെ പാർ ദ്വാർ, ത്രിശങ്കു, ഉത്തർ പ്രിയദർശി, അത് നാടകമാണ്. ഉത്തർ പ്രിയദർശി എന്ന് പറഞ്ഞ നാടകമാണ്. അരേ യയാവർ രഹേഗാ യാദ്, ഓർമ്മയുണ്ടോ ഈ വേർഡ്? അരേ യയാവർ രഹേഗാ യാദ്. നമ്മൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചതാണ് ഇതാരുടെയാണെന്ന് അല്ലേ? അതെന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? യാത്രാ വൃത്താന്താണ് അല്ലേ? ഹരേ യയാവർ രഹേഗാ യാദ് കിസ് വിധ കി രചന ഹെ? യാത്രാ വൃത്താന്ത് ആരുടെയാണ്? അഖേയുടെ. പിന്നെ ഏതാ വരുന്നത്? യാത്രാ വൃത്താന്തിൽ ഒന്നുകൂടെ വരുന്നുണ്ട്, ഏക് ബൂന്ദ് സഹസാ ഉജ്ലി. ഓക്കെ, പിന്നെ താരസപ്തകിന്റെ ജനകാരാണ്? ആരുടെയാണ് താരസപ്തക്? അഖേജിയുടെ അല്ലേ? എത്ര ഉണ്ട്? 4 സപ്തക് ഉണ്ട് അല്ലേ? പ്രഥം താരസപ്തക്, ദൂസരി, തീസരി ആൻഡ് ചൗദി. 4 ഉണ്ട്. അതിന്റെ ഇയർ മറന്നു പോകാണ്ട് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഇയർ നിർബന്ധമായിട്ടും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു താരസപ്തകിന്റെ പ്രഥം താരസപ്തക് ഏതാ ഇയറിലെന്നുള്ളത്. ഏതാണ്? 1943,
പിന്നെ സെക്കൻഡ് നോക്കി വെക്കാം. ഈ 4 താരസപ്തകിന്റെ ഇയറും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, താരസപ്തക ആരുടെയാണ്? അഖേജിയുടെ. ഓക്കെ, ക്ലിയർ ആയോ അഖേജിയെ കുറിച്ചിട്ട്? പോവാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഈ അദ്ദേഹത്തിന്റെ അഖേജിയുടെ 3-4 ക്വസ്റ്റ്യൻ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നു. താരസപ്തകിന്റെ ഇയർ ചോദിച്ചു. താരസപ്തകില് എന്താണ്? ചൗദേ താരസപ്തകിലെ ഒരു അറിയണ സുമൻ രാജേനെ കുറിച്ച് ചോദിച്ചു ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറില്. അപ്പൊ 2 എണ്ണായേ. പിന്നെ ഏതാ വന്നേ? അരേ യയാവൽ രഹേഗാ യാദ്. ഇതാ ഏത് വിധയുടെ ഏത് വിധാക്കി ഹേ, ഏ കിസ് വിധാക്കി രചന ഹേ? 3-ാമത്തെ യാത്രാ വൃത്താന്തം അല്ലേ? 4-ാമത്തെ ക്വസ്റ്റ്യൻ ഇതും. ഓക്കെ, അപ്പൊ നമ്മുടെ അഖേജിനെ കുറിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ഈ 2023 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അഖേജിനെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് പോവാ. എക്സാമിന്റെ സമയത്ത് ഒരു ക്വസ്റ്റ്യനെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വരും. ഇപ്രാവശ്യം 4 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നെങ്കിലും വരാതിരിക്കോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് പോവാട്ടോ. ഈ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയാൽ മതി കേട്ടിട്ട് നമുക്ക് സ്വന്തമാക്കാൻ. ഓക്കെ, പോവാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഓക്കെ, इधर नेक्स्ट क्वेश्चन, सामाजिक भावनाओं से विशेष रूप से संबंधित वाद कौन सा है? എന്താ ഒന്നുകൂടെ നോക്കാം. सामाजिक भावनाओं से विशेष रूप से संबंधित वाद. ഏതാ ഓപ്ഷൻസ് ഏതൊക്കെയാ വരുന്നത്? ഹാലാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ് ആൻഡ് ഛായാവാദ്. ഇതൊക്കെ ഏതൊക്കെയാണ് അല്ലേ? ഇതൊക്കെ ഓരോ യുഗങ്ങളായിട്ടാണ് വരുന്നത് അല്ലേ? ദ്വിവേദി യുഗ്, ഭാരതേന്ദ്ര യുഗ് കഴിഞ്ഞിട്ട് പിന്നെ ദ്വിവേദി യുഗ് വന്നു. പിന്നെയോ പിന്നെ ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, ഹാലാവാദ്. ഇതൊക്കെ ഓരോ വിഭാഗത്തിൽ വരുന്ന കവികളുടെ ഗ്രൂപ്പുകൾ അല്ലേ? ഓരോ കാലഘട്ടത്തിൽ വരുന്ന കവികളാണ് ഇതൊക്കെ. അതിൽ സാമാജിക് ഭാവനാവസ്ഥ വിശേഷ രൂപസെ സംബന്ധിത് ആ സമയത്ത് വരുന്ന വാദം ഏതാണെന്നാ ചോദിക്കുന്നത്. അതിലേത് വാദാണിത്? ഹാലാവാദാണോ, പ്രഗതിവാദാണോ, പ്രയോഗവാദാണോ, ഛായാവാദാണോ? അപ്പൊ അതിന് ആൻസർ ചെയ്തണമെങ്കിൽ നമുക്ക് ഈ 4 വാദം എന്താണെന്ന് ആദ്യം അറിയണം അല്ലേ? അറിയണ്ടേ? ഇതിന്റെ ആൻസർ ആദ്യം എന്താണ്? പ്രഗതിവാദാണ് കേട്ടോ ആൻസർ വരുന്നത്. സാമാജിക് ഭാവനാओं से विशेष रूप से संबंधित वाद പ്രഗതിവാദാണ്. നമുക്ക് നോക്കാം ഈ ഓരോ കാലഘട്ടത്തെ കുറിച്ചും ജസ്റ്റ് ഒരു പോയിന്റ് നോക്കി വെക്കാം. അതേപോലെ അതിന്റെ പ്രധാനപ്പെട്ട കവികൾ അല്ലേ? എല്ലാ കവികളെ കുറിച്ചൊന്നും പഠിക്കേണ്ട. മെയിൻ ആയിട്ട് വരുന്ന ഒരു 2-3 കവികൾ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. അത് നിർബന്ധമാണ്. കാരണം ആ കവിന്റെ പേര് എന്നിട്ട് ഏത് വാതിലെ കവിയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ വാതിലെ പ്രമുഖ കവിയെ കുറിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രചന പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളുണ്ട് അല്ലേ? ഓരോ കവികൾക്കും ഛായാവാദിലൊക്കെ ഉള്ള മഹാകാവ്യം വരുന്നില്ലേ? അപ്പോൾ ഓരോ കാവ്യത്തിൻ്റെതും ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. മഹാകാവ്യം എന്തായാലും നോട്ട് ചെയ്യണേ. കാരണം എന്താണ്? മഹാകാവ്യത്തിലെ സർഗങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, മഹാകാവ്യത്തിലെ പ്രതിപാദ്യം ചോദിക്കുന്നുണ്ട്, മെയിൻ ക്യാരക്ടേഴ്സ് ചോദിക്കുന്നുണ്ട്, ആരാണ് എഴുതിയ ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്തേക്കാം. നമ്മൾ മെയിൻ പോയിന്റ്സ് ചെയ്ത് വെക്കുന്നതിൽ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. നമുക്ക് ഈ വാദങ്ങളെ പറ്റി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഛായാവാദ്. ഫസ്റ്റ് വാദം ഏതാ വരുന്നത്? ഛായാവാദ്. ഓക്കെ, സാഹിത്യക് ഗഡിബോലി കാ സ്വർണ്ണയുഗ് കഹാ ജാതാ ഹൈ. ഛായാവാദിന്റെ വേറൊരു പേരാണ് എന്ത്? സാഹിത്യക് ഗഡിബോലി കാ സ്വർണ്ണയുഗ്. പിന്നെയോ ഈ ഛായാവാദിൽ ഏറ്റവും കൂടുതൽ ഛായാവാദിന്റെ വിശേഷതകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ ചോദിക്കാം. ഒരുപാട് 5-8 വിശേഷതകൾ വരുന്നുണ്ട് അല്ലേ? നാരി സൗന്ദര്യ, പ്രേം പൂർണ്ണത, അതേപോലെ പ്രകൃതി സൗന്ദര്യ അല്ലേ, കാൽപ്പനികത, അങ്ങനെ ഒരുപാട് ഛായാവാദിന്റെ വിശേഷതകൾ വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഒക്കെ ആയിരിക്കും അവർ ചോദിക്കുക. ഇപ്പൊ നേരത്തെ പ്രകൃതിവാദിന്റെ ചോദിച്ച പോലെ. അപ്പൊ ജസ്റ്റ് റീഡ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. നോക്കൂ, प्रेम और सौंदर्यमय प्रकृति की कल्पना. എന്താണ് ഛായാവാദിൽ വരുന്നത്? പ്രേം और सौंदर्यमय प्रकृति की कल्पना. പ്രകൃതിവാദോ सामाजिक यथार्थ से संबंधित, അതായത് सामाजिक भावनाओं से विशेष रूप से संबंधित वाद. അതാണ് എന്ത്? പ്രകൃതിവാദ്.
प्रयोगवाद वैयक्तिक सुख दुख और संवेदनाओं को व्यक्त करते हुए उसका यथार्थ चित्रण. ओके, एंड द लास्ट वन, हाला या मदिरा को वर्ण विषय मानकर काव्य रचना हुई है. നോക്കൂ, ഇതിനകത്തുള്ള കവികളെ പറ്റി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചായവാദിൽ ആരൊക്കെയാണ്? ചായവാദിന്റെ 4 സ്തംഭങ്ങൾ അതാരാണ്? ജയശങ്കർ പ്രസാദ്, നിരാല, ദിനകർജി, പിന്നെ ലാസ്റ്റ് ആരാ? മഹാദേവി വർമ്മ. ഓക്കെ, പിന്നെ ആരാ? പ്രഗതിവാദിൽ ആരാണ്? നഗേന്ദ്രജി അല്ലേ? പിന്നെ ആരാണ്? സുമൻ. പിന്നെ പ്രയോഗവാദില് ആരാ മെയിൻ ആയിട്ട് വരുന്നത്? അഖിജി. അഖിയാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ അതിന്റെ ബാക്കിയുള്ള കവികളെ കുറിച്ച് നിങ്ങൾ നോക്കി വെക്കണം. പ്രയോഗവാദിലാണ് താരസപ്തകമൊക്കെ വരുന്നത് അല്ലേ? രാഹോം കാ അന്വേഷി, പ്രയോഗവാദിന് എന്താ പറയുന്നത്? രാഹോം കാ അന്വേഷി, പ്രയോഗവാദിലെ കവികളെ കുറിച്ച്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഹാലാവാദ്. ഹാലാവാദിലെ പ്രമുഖ കവി ആരാണ്? ഹരിവംശറായ് ബച്ചൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആണ് മെയിൻ കവിതകളും മെയിൻ കവിയായിട്ട് ഹാലാവാദിൽ എപ്പോഴും നമ്മൾ കാണാറുള്ളത് ആരെയാണ്? ഹരിവംശറായ് ബച്ചൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരുപാട് രചനകളൊക്കെ വരുന്നില്ലേ? മധുകലശ്, മധുശാല. അടുത്ത ദിവസത്തിലോട്ട് പോവാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അടുത്ത ദിവസത്തിലോട്ട് പോവാം. ഓക്കെ, ഇതൊരു പോയത്തിന്റെ 2 ലൈനാണ് തന്നിരിക്കുന്നത്. റീഡ് ചെയ്ത് നോക്കാം നമുക്ക്. മൃദുൽ ഭാവോं के अंकुरों की आज बना लाया हाला, ये पंक्तियां किस कविता की है? ഇത് ഏത് കവിതയിൽ നിന്ന് എടുത്തിരിക്കുന്ന വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, കവിതകൾ തന്നെ ഏതാണ്? അനാമിക, ഗരം ഹവായേ, മധുശാല, കിത്നി നാവോ മേ കിത്നി ഭാർ. ഇതിൽ ഏത് കവിതയിൽ നിന്നാണ് ഈ ഒരു വരി എടുത്തിരിക്കുന്നത്? എന്താണ് ലൈന്? മൃദുൽ ഭാവോं के अंकुरों की आज बना लाया हाला. ആരുടെയാണ്? മധുശാല. ഇതാരുടെയാണ്? ഏതാണ് വരുന്നത്? മധുശാല എന്ന് എടുത്തിരിക്കുന്ന വരികളാണ്. മധുശാല ആരുടെയാണ്? ഹരിവംശറായ് ബച്ചന്റെ. ഏത് വാദ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏത് വാദിലാണ് വരുന്നത്? ഹരിവംശറായ് ബച്ചൻ. ഹാലാവാദ്. ഹാലാവാദിലെ പ്രമുഖ കവിയാണ് ആര്? ഹരിവംശറായ് ബച്ചൻ. ഓക്കെ, ആൻസർ ഏതാ വരുന്നത്? മധുശാലയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? മധുശാല ആരുടെയാണ്? ഹരിവംശറായ് ബച്ചൻ്റെത്. നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോവാം. दिवस का अवसान समीप था, गगन था कुछ लोहित हो चला. എന്താണ്? दिवस का अवसान समीप था, गगन था कुछ लोहित हो चला. ये पंक्तियां ये किस काव्य की है? ये पंक्तियां ഏൽത്താ വരുന്നത്? നേരത്തെ നമ്മൾ മധുശാലയുടെ ആയിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് ഏത് കവിതയിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? സാകേത്, പ്രിയപ്രവാസ്, കുരുക്ഷേത്ര, കമായനി. ഇതൊക്കെ നമ്മളെ പരിചയമുള്ള പേരുകളാണല്ലോ അല്ലെ? മഹാകാവ്യങ്ങളാണ് ഇതൊക്കെ. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഇതൊക്കെ എന്താണ്? മഹാകാവ്യങ്ങളാണ്. ധാരേദ്യ കാവ്യാണ് സാകേത്. ആരുതാണ്? മൈഥിലീശ്വരൻ ഗുപ്തജിയുടെ. പ്രിയപ്രവാസോ? പ്രിയപ്രവാസ് ആരെ എഴുതിയിരിക്കുന്നത്? ഹരിയോധജിയുടെ. കുരുക്ഷേത്ര ദിനകർജിയുടെ. കമായിനി ആരുടെയാണ്? പ്രസാദ്ജിയുടെ അല്ലേ? ഇതിന്റെ സർഗങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. സർഗങ്ങൾ ക്വസ്റ്റ്യന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പോയത്തിലോട്ട് പോവാം. ഇതാരാ എഴുതിയിരിക്കുന്നത്? ഏത് കവിതയുടെ ആണ്? ദിനകർജിയുടെ കുരുക്ഷേത്രക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്ലിയർ അല്ലേ? നോക്കൂ, नेक्स्ट क्वेश्चन, के नीचे कौन सा अव्यय है? समुच्चय बोधक अव्यय, विस्मयादि बोधक, संबंध बोधक, क्रिया विशेषण. लेदा एग्जाम्पल होते हैं के नीचे कौन सा अव्यय है? अव्यय എന്ന് പറഞ്ഞാൽ എന്താ? അവികാരി ശബ്ദ
അല്ലേ? വികാരി ശബ്ദ ഓർ അവികാരി ശബ്ദ അല്ല, അവികാരി ശബ്ദാണ് അവ്യയ്. അവ്യന് എന്താണ് മാറ്റങ്ങൾ വരുന്നില്ല. അപ്പൊ നോക്കൂ, ഖേ നീച്ചെ എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? സമുച്ചയ ബോധക്, വിസ്മയാദി ബോധക്, സംബന്ധ ബോധക്, ക്രിയാവിശേഷൻ. ഏതാണ് ആൻസർ വരുന്നത്? സംബന്ധ ബോധക്. ഖേ നീച്ചെ സംബന്ധ ബോധക് അവ്യയ് ഹെ. ഓക്കെ, നോക്കൂ എന്താ, നമുക്ക് ഓരോ അവ്യയും എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. ഓക്കെ, അവ്യയ്, അവ്യയ് എന്ന് പറഞ്ഞാൽ എന്താ? अविकारी शब्द ആണ് കേട്ടോ. वाक्य में लिंग वचन कारक के अनुसार कोई भेद नहीं होता. कोई വ്യത്യാസമില്ല, യാതൊരു വ്യത്യാസമില്ല. ലിംഗം വചനം കാരകൊന്നും വന്നു കഴിഞ്ഞാലും ആ വാക്കുകൾക്ക്, ആ വേർഡ്സിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് എന്ത്? അവ്യയ്, അതായത് അവികാരി ശബ്ദ. वो कितने प्रकार के हैं? 5 प्रकार के हैं അല്ലേ? ഏതൊക്കെയാണ്? സമുച്ചയ ബോധക്, സംബന്ധ ബോധക്, പിന്നെ ഏതാണ്? ക്രിയാവിശേഷൻ, വിസ്മയാദി ബോധക്, ലാസ്റ്റ് വൺ നിപ്പാത്ത്. എക്സാമ്പിൾ ഒന്നും കൊടുത്തില്ല, അത് ലാസ്റ്റ് വൺ ഏതാ വരുന്നത്? നിപ്പാത്ത് കേട്ടോ. നോക്കാം, നമുക്ക് ഓരോന്നോരോന്ന് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് പോവാം. സമുച്ചയ ബോധക് അവ്യയ് और इसीलिए किंतु परंतु अन्यथा, അതിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്? വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ യൂസ് ചെയ്യുന്നത് അല്ലേ? രണ്ട് വാക്കുകളോ രണ്ടോ അതിലധികമോ വാക്കുകൾ വരുമ്പം അവയെ ചേർത്ത് നിർത്താൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഔർ അല്ലേ? എന്താ എക്സാമ്പിൾസ് പറഞ്ഞാല് എങ്ങനെയാ വരാ? രാം ഔർ രാഹുൽ അല്ലേ? ഇസിലിയെ, ഇസിലിയെ നമ്മൾ പറയില്ലേ, നമ്മളൊരു മേ കൽ നഹി ആ പായ, ക്യൂങ്കി, ക്യൂങ്കി വന്നു അവിടെ അല്ലേ? ക്യൂങ്കി മുझे ബസ് നഹി മില, അവിടെ ക്യൂങ്കി വന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വരും? ഇസിലിയെ എങ്ങനെ വരും? മേ മുझे ബസ് നഹി മില ഇസിലിയെ മേ കൽ നഹി ആ പായ. കണ്ടോ, രണ്ട് വാക്കുകൾ തമ്മിൽ കൂടി ചേർത്താൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ മറ്റു എക്സാമ്പിൾ നോക്കൂ കേട്ടോ. ഇതൊക്കെ വരുന്നത് കിന്തു, പരന്തു, അന്യത ഒക്കെ അതേ രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഏതാണ്? സംബന്ധ ബോധക് അവ്യയ് അല്ലേ? സംബന്ധ ബോധക് അവ്യയ് ഏതാണ്? നമ്മള് ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സർവനാമം അതേപോലെ സംജ്ഞ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ക്രിയയോട് കൂടെയുള്ള ബന്ധം, അതിലൊരു ബന്ധം നമ്മളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സംബന്ധ ബോധം. ആ വാക്യയില്, ആ വാക്കുകളിൽ കർത്താവിനോടുള്ള ബന്ധം സൂചിപ്പിക്കാൻ അല്ലേ? അതിൽ ഏതൊക്കെ എക്സാമ്പിൾസ് വരുന്നത്? കെ നീച്ചെ, കെ ലിയെ, കെ പാസ്, ഏതൊക്കെയാണ് വരിക? ഇപ്പൊ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എന്താ? पेड़ के नीचे बालक बैठा है അല്ലേ? എവിടെയാണ് ഇരിക്കുന്നത്? മരത്തിന്റെ താഴെ. അവനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണത് അല്ലേ? പിന്നെന്താണ്? കുർസിക്ക് ഊപ്പർ കേല റക്കാ ഹെ. എന്താ വെച്ചേ? കേല, പഴം. എവിടെ വെച്ചിട്ടുണ്ട്? കുർസിക്ക് ഊപ്പർ. അപ്പൊ ആ കുർസിയായിട്ടുള്ള ആ കേലയുടെ ബന്ധം സൂചിപ്പിക്കണത് അല്ലേ? കെ ഊപ്പർ, കെ നീച്ചെ, കെ പാസ്, അടുത്ത് ഉള്ള രീതിയിൽ. അപ്പൊ എക്സാമ്പിൾസ് നോക്കുക. എക്സാമിന് ഇതേപോലെ എക്സാമ്പിൾസ് കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾസ് മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ക്രിയാവിശേഷൻ എന്താണ്? ആ ക്രിയയെ വിശേഷിപ്പിക്കാൻ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് എന്ത്? ക്രിയാവിശേഷൻ. ഏതൊക്കെയാ വന്ന് കൊടുത്തിരിക്കുന്നത്? അഭി അഭി, ധീരെ ധീരെ, സുന്ദർ അല്ലേ? സുന്ദർ സാ ഫൂൽ അല്ലേ? അഭി അഭി, അഭി അഭിക്ക് എന്താ എക്സാമ്പിൾ? മേ അഭി അഭി ആയി ഹൂ അല്ലേ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലെ? ഞാൻ വന്നതിനെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാ പറഞ്ഞേ? മേ അഭി അഭി ആയി ഹൂ, ഞാൻ ഇപ്പോഴാണ് ഞാൻ വന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ സുന്ദർ, അച്ചാക്ക് നിങ്ങൾക്ക് അറിയില്ലേ? അച്ചാ കലാം അല്ലേ? ഓക്കെ, ഇനി ലാസ്റ്റ് ഏതാ വരുന്നേ? വിസ്മയാദിബോധക് അല്ലെ? വിസ്മയാദിബോധക് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. എന്താണ്? അതിന്റെ കൂടെ ഒരു ആശ്ചര്യ ചിഹ്നം കൂടെ ഉണ്ടാവും അല്ലേ? ഹേ ഹരേ, ഹേ ഭഗവാൻ അല്ലേ? അതൊക്കെ വരുമ്പോൾ ഹേ ഭഗവാൻ ഉള്ളൊരു വേർഡ് കണ്ടുകഴിഞ്ഞാൽ അതിൽ ഹേ ചോദിക്കൂ അടിവരയിട്ടിട്ട്, ഇത് ഏത് അവ്യയാണെന്ന്. അപ്പൊ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ? ആ ഹേന്റെ കൂടെ ഒരു ആശ്ചര്യ ചിഹ്നം കൂടി ഉണ്ടാവും അല്ലേ? പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? ഹരേ, ഹായ്, വാ അല്ലേ? വാ തുമ്മാരാ ബാൽ കിത്നാ സുന്ദർ ഹേ, നിന്റെ മുടി കാണാൻ എന്തൊരു അഴകാ. അപ്പൊ ആ വാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ എന്താണ്? ഒരു ആശ്ചര്യ ചിഹ്നം കൂടെ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇനി ലാസ്റ്റ് വൺ ഏതാ വരുന്നത്? നിപ്പാത്ത്. അതേതാ നിപ്പാത്തിൽ വരുന്നത്? ബി, തോ, തക്, കേവൽ, ഹി. നിപ്പാത്ത് എന്താണ്? ആ ഒരു സെന്റൻസില് ഒന്ന് ആ ഭാഗം ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അല്ലേ? അതാണ് എന്ത് വരുന്നത്? നിപ്പാത്ത് വരുന്നത് അല്ലേ?
तो तक എന്താണ് ബി വെച്ചിട്ട് നമ്മൾ എന്താ പറയാം വ അഭി ബി നഹി ആയ അവൻ ഇപ്പോഴും വന്നിട്ടില്ല അല്ലേ പിന്നെന്താണ് മേ കൽ ഹി ആവുക ഞാൻ നാളെ എന്തായാലും വരും എങ്ങനെ മേ കൽ ആവുക എന്ന് പറഞ്ഞാൽ മതി പക്ഷേ മേ കൽ ഹി ആവുക ഞാൻ നാളെ തന്നെ വരും അല്ലേ ആ നാളെ എന്നുള്ള ആ വാക്കിനെ അവിടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ് എന്ത് ഹി മേ കൽ ഹി ആവുക അല്ലേ ഇപ്പൊ ക്ലിയർ അല്ലേ ഓരോന്ന് ഇനിയിപ്പോ അതെന്താണ് ആ ചെറിയ ആ വാക്കിനൊന്നൊന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ് പിന്നെയോ ക്രിയാവിശേഷൻ ആ ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദങ്ങള് സംബന്ധബോധക അല്ലേ എന്താണ് സംബന്ധബോധക കെ നീച്ചെ കെ ഊപ്പർ അല്ലേ ബന്ധം സ്ഥാപിക്കുന്നത് അല്ലേ ബന്ധം കാണിക്കുന്നത് പിന്നെ ഏതാണ് സമുച്ചയബോധക അവ്യയ അല്ലേ രണ്ട് വാക്കുകൾ തമ്മിൽ കൂടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയല്ലോ അല്ലേ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് വ്യാകരണിക് ദൃഷ്ടി സെ സഹി വാക്യ കോൻസാ ഹെ എന്താണ് ഇതിന്റെ വ്യാകരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഗ്രാമർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് സെന്റൻസ് ഇതിൽ ഏതാണ് വരുന്നത് വ്യാകരണിക് ദൃഷ്ടി സെ സഹി വാക്യ കോൻസാ ഹെ हर्षा ने आम खाई गणेश ने रोटी खाया हमीद ने पुस्तक खरीदा मीना ने पत्र लिखा ഇതിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത കറക്റ്റ് സെന്റൻസ് ഏതാണെന്ന് ചോദിക്കുന്നത് മീനാനെ പത്ര ലിക്ക പത്ര എന്താണ് ആ പത്ര ലിക്ക വന്ന് മീനാനെ പത്ര ലിക്ക നേ വരുമ്പോ എന്തിനാ നമ്മൾ കൊടുക്കുന്നത് പത്ര അല്ലേ പത്ര ലിക്കാണോ വരാ അല്ല ഹമീദിനെ പുസ്തക് ഖരീദ പുസ്തകം എന്താണ് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ സ്ത്രീലിംഗാണ് അല്ലേ അപ്പം ഖരീദ വരോ ഇല്ല ഗണേഷിനെ റോട്ടി ഖായ ഗണേഷിനെ റോട്ടി കായാണോ വരാ കായി എന്നാണോ വരാ റോട്ടി എന്താണ് സ്ത്രീലിംഗാണ് ഹർഷാനെ ആം ഖായി ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഹർഷാനെ ആം ഖായി ഇതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ നേ പ്രത്യയാണ് കേട്ടോ നേ പ്രത്യയത്തെ കുറിച്ച് നോക്കിയിട്ട് പോവാ നേ പ്രത്യായം ഏത് കാലത്തിലാണ് വരുന്നത് ഭൂതകാലത്തിലാണ് വരുന്നത് ഭൂതകാലത്തിൽ തന്നെ ഏതെണ്ണത്തിലാണ് ഏതൊക്കെ വരുന്നത് ഭൂതകാലത്തിൽ ഉണ്ട് 6 എണ്ണം ഉണ്ട് അല്ലേ അതിൽ ഏതൊക്കെയാണ് നേ പ്രത്യയം വരുന്നത് നോക്കാം അല്ലേ താത്കാലിക് പൂർണ്ണ ഭൂതകാൽ സന്ദിഗ്ധ ഭൂതകാലത്തിലൊക്കെ നേ പ്രത്യയം വരുന്നുണ്ട് അപ്പൊ ഏതിലൊക്കെയാണ് ഭൂതകാല അതേപോലെ ലാ ബൂൽ സക് ചുക് അതിലൊന്നും എന്ത് ചേർക്കില്ല നേ പ്രത്യയം ചേർക്കില്ല അപ്പൊ നേ പ്രത്യയം ഇത് ഗ്രാമർ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തറിയണം നേ പ്രത്യയത്തെ കുറിച്ച് അറിയണം അപ്പം നേ പ്രത്യയത്തിന്റെ നോട്ട്സ് ഒന്ന് നോക്കിയിട്ട് പോവാം ഏത് കാലങ്ങളിലാണ് നേ പ്രത്യയം വരുന്നത് നേ പ്രത്യയം വന്നു കഴിഞ്ഞാല് കർത്താവിനാണോ അല്ലെങ്കിൽ കർമ്മത്തിനാണോ പ്രാധാന്യം അത് നോക്കിയിട്ട് പോവാം ഓക്കെ പിന്നെ എങ്ങനെയാണ് പിന്നെന്താ ഇതിൽ വരുന്നത് നേ പ്രത്യയത്തില് ലാ ബൂൽ സക് ചുക് ഏതൊക്കെ ആ വാക്കുകളൊക്കെ വരുമ്പോ എന്താണ് നേ പ്രത്യയം കർത്താവിനോട് കൂടി നേ പ്രത്യയം ചേർക്കില്ല കേട്ടോ ഓക്കെ ഡിയേഴ്സ് ഇപ്പൊ ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം ഓക്കെ ആൻസർ ഏതാ വരുന്നത് വ്യാകരണ ദൃഷ്ടി സെ സഹി വാക്യ ഹർഷാനെ ആം കായി ഓക്കെ ക്ലിയർ അല്ലേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താണ് ഇമ്പോർട്ടന്റ് വരുന്നത് നേ പ്രത്യയത്തിന്റെ നിയമങ്ങൾ അതാണ് നോക്കി വെക്കേണ്ടത് ഓക്കെ പോവാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്താ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് पुष्टि मार्ग का जहाज किस कवि को कहा गया है पुष्टि मार्ग का जहाज ആരെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ് പറഞ്ഞിരിക്കുന്നത് അതും കൂടെ നോട്ട് ചെയ്യാം അപ്പൊ ആരെ കുറിച്ചാ പറഞ്ഞത് മാത്രം പോരാ ആരെ കുറിച്ചാണെന്ന് ചോദിക്കുന്നത് പക്ഷെ ആരാണ് പറഞ്ഞിരിക്കുന്നതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ ആദ്യ ആൻസറിലോട്ട് പോവാം സൂർദാസ് കബീർദാസ് തുളസിദാസ് ജായ്സി ഇതിൽ ആരെ കുറിച്ചാണ് പുഷ്ടി മാർഗ് കാ ജഹാസ് എന്ന് പറഞ്ഞത് സൂർദാസിനെ കുറിച്ചാണ് ആരാ പറഞ്ഞിരിക്കുന്നത് വിട്ടൽനാഥ് അല്ലേ ആരാണത് നോക്കാം നമുക്ക്
സൂർദാസ് ആണ് കേട്ടോ. പുഷ്ടി മാർക്ക ജഹാസ്. പുഷ്ടി മാർക്ക ജഹാസ് എന്ന് പറഞ്ഞാലാണ് ഗോസ്വാമി വിഠൽനാഥിനെ. നോക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ സൂർദാസിനുള്ള മറ്റു പേരുകളാണിത് അല്ലെ. മറ്റോരോ കവികള് പറഞ്ഞ പേരുകളാണിത്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാത്സല്യ രസ സമ്രാട്ട്. വാത്സല്യക കവി എന്ന് ചോദിച്ചാലും സൂർദാസ് തന്നെയാട്ടോ. വാത്സല്യ രസ സമ്രാട്ട് ആരാണ്? രാമചന്ദ്ര ശുക്ലയാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? സൂർദാസിനെ കുറിച്ച് കേട്ടോ. അത് മറന്നു പോകരുതേ. ഇതൊക്കെ സൂർദാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേരുകളാണ് കേട്ടോ. ആരാ പറഞ്ഞത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവര് പറഞ്ഞ വാക്കാണിത്. ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? സൂർദാസിനെ കുറിച്ച്. ഓക്കെ. ജീവനോത്സവ കാ കവി, അതും ആരെന്നാ പറഞ്ഞിരിക്കുന്നത്? ശുക്ലജി തന്നെ കേട്ടോ. അപ്പൊ ശുക്ലജി പറഞ്ഞ രണ്ട് പേരാണ് ഇത്. വാത്സല്യ രസ സമ്രാട്ട്, ജീവനോത്സവ കാ കവി. അങ്ങനെ രണ്ട് പേരാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ആരാണ്? ഗഞ്ചൻ നയൻ. ഇതിന്റെ മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗഞ്ചൻ നയൻ ആണ് അമൃതലാൽ നഗർ. അമൃതലാൽ നഗറിന്റെ ജീവനിയാണ്. സൂർദാസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയതാണ് എന്ത്? ജീവനിയാണ് ഇത് കേട്ടോ. സൂർദാസിന്റെ ജീവനിയാണിത്. ഗഞ്ചൻ നയൻ. ആരാ എഴുതിയിരിക്കുന്നത്? അമൃതലാൽ നഗർ അല്ലേ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗഞ്ചൻ നയൻ സൂർദാസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ജീവനിയാണെന്ത്? ഗഞ്ചൻ നയൻ. ഓക്കെ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഗഞ്ചൻ നയൻ ചോദിച്ചിട്ട് ഇത് ആരെ കുറിച്ച് എഴുതിയതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൂർദാസ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇതൊന്നും ഓർത്ത് വെക്കാട്ടോ, മനസ്സിലാക്കി വെക്കണേ. ഓക്കെ ശരി. അടുത്ത ദിവസത്തിലോട്ട് പോവാണേ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്ത് തന്നെ പഠിക്കണം. പരീക്ഷയ്ക്ക് എല്ലാ എക്സാം പേപ്പറിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രാസോ സാഹിത്യ അല്ലേ. ആദ്യകാലിൽ വരുന്ന രാസോ സാഹിത്യം. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഒക്ടോബർ 2022 ക്വസ്റ്റ്യനിൽ എന്താ വന്നിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഈ സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം 22 എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൽ ആരെ കുറിച്ച് ചോദിച്ചത്? ഈ അൽഹാഖണ്ഡ് തന്നെ ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഏതാണ്? പൃഥ്വിരാജ് രാസോനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? എന്താ? കിസ് രാസോ കോ അൽഹാഖണ്ഡ് കഹാ ജാതാ ഹേ. അൽഹാഖണ്ഡ് എന്ന് പറയുന്നത് ഇതിൽ ഏത് രാസോനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന്. എക്സാമ്പിൾ എന്തൊക്കെയാ വരുന്നത്? ഗുമാൻ രാസോ, ബിസൽദേവ് രാസോ, പൃഥ്വിരാജ് രാസോ, പരമാൽ രാസോ. ഇത് ഏതിനെ കുറിച്ചിട്ടാണ്? അൽഹാഖണ്ഡ്. ഏത് രാസോനാണ് ഈ അൽഹാഖണ്ഡ് എന്ന് പറയുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം അത് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതാട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യനാ. ഇതിൽ ആരെങ്കിലും ഒരാളെ കുറിച്ച് എന്തായാലും ചോദിക്കും. ഏത് ആൻസർ വരുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ഒരു വേർഡും കൂടെയാണ് അൽഹാഖണ്ഡ്. ഇത് രണ്ട് രാജാക്കന്മാർ ചേർന്നതാണ് എന്ത്? അൽഹാഖണ്ഡ് വരുന്നത്. ഊദൽ ആൻഡ് അൽഹ അല്ലേ. ഓക്കെ. ഏത് ആൻസർ വരാ? പരമാൽ രാസോ ആണ് കേട്ടോ ആൻസർ. പരമാൽ രാസോ ആണ് ആൻസർ വരുന്നത് കേട്ടോ. നോക്കാം. നമുക്ക് ബാക്കിയുള്ള രാസോനെ കുറിച്ച് ചെറിയ ഒരൊറ്റ വേർഡിൽ നമുക്ക് ഓടിച്ചു പോവാം. നോക്കാം. ആൻസർ എന്താണ്? പരമാൽ രാസോ. അൽഹാഖണ്ഡ് എന്ന് പറയുന്നത് എന്താണ്? പരമാൽ രാസോ. പരമാൽ രാസോ കോ അൽഹാഖണ്ഡ് ബി കഹത്തെ ഹേ. അതിന്റെ ലേഖക്കാരാണ് ജഗ്നിക്. ജഗ്നിക് ആണ് പരമാൽ രാസോ എഴുതിയിരിക്കുന്നത്. പിന്നെ മഹോബേക്ക ദോ പ്രസിദ്ധ വീരോം ദാ അൽഹ ഓർ ഊദൽ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പരമാൽ രാസോയിലുള്ള രണ്ട് വീരന്മാർ ആരൊക്കെ, രണ്ട് രാജാക്കന്മാർ ആരൊക്കെയാണെന്ന്. അൽഹ ഓർ ഊദയ് के वीर चरित का वर्णन है. ओके ഓക്കെ. രണ്ടാമത്തെ ഏതാണ്? പൃഥ്വിരാജ് രാസോ. അതിന്റെ ലേഖക്കാരാണ് ചന്ദ്രഭരതായി. പൃഥ്വിരാജ് രാസോ ആരാ എഴുതിയിരിക്കുന്നത്? ചന്ദ്രഭരതായി. आचार्य रामचंद्र शुक्ल के अनुसार हिंदी साहित्य का सर्वप्रथम महाकाव्य ഏതാണ്? പൃഥ്വിരാജ് രാസോ അല്ലേ. സർവപ്രഥമ മഹാകാവ്യ ഏതാണ്? പൃഥ്വിരാജ് രാസോ. ആരുടെ പ്രകാരമാണ്? രാമചന്ദ്ര ശുക്ല के अनुसार हिंदी साहित्य का सर्वप्रथम महाकाव्य ഏതാണ്? പൃഥ്വിരാജ് രാസോ. പിന്നെ പൃഥ്വിരാജ് രാസോ को कुल 69 समय. ഇത് എക്സാമിന് ചോദിച്ചതാണ്. എന്താണ്? 69 समय. നമ്മളിപ്പോ കാമായനിക്ക് 15 സർഗാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതേപോലെ രാംചരിതമാനസിന് എന്താ പറഞ്ഞത്? 7 കാണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജ് രാസോക്ക് പറയുന്ന പേരാണ് എന്ത്? സമയ്. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്.
പൃഥ്വിരാജ് രാസോക്ക് പറയുന്ന എന്താണെന്ന്? എന്താണ്? സമയാണ് കേട്ടോ. എത്ര സമയാണ്? 69 സമയം. ഒരു എക്സാമിന് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് എത്ര എണ്ണാണ് ഉള്ളത് എന്ന്. 68, 69 അല്ലേ, 79 ഒക്കെ കൊടുത്തു അല്ലെ? ഏതാ കറക്റ്റ് ആൻസർ? 69. പിന്നെ ഇതും ചോദിച്ചു, വേറെ എന്താ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചത്? സമയം. പ്രകാശാണോ, സർഗാണോ, കാണ്ടാണോ, സമയാണോ? പൃഥ്വിരാജ് രാസിന് പറയുന്നത് സമയാണ് കേട്ടോ. അപ്പൊ ഏതാ രണ്ട് ക്വസ്റ്റ്യൻ വന്നത്? രണ്ട് എക്സാമിന് ചോദിച്ചാണ്. അതേപോലെ പൃഥ്വിരാജ് രാസോ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് നോക്കിയാൽ രാസോ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് വരും കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടെണ്ണം നോക്കി. ഏതൊക്കെയാണ്? പരമാൽ രാസോ, പൃഥ്വിരാജ് രാസോ, മൂന്നാമത് ഏതാണ്? ബിസൽദേവ് രാസോ. ബിസൽദേവ് രാസോയിൽ എന്താ ഇമ്പോർട്ടന്റ്? പ്രോഷിത് പത്തിക്ക. എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ബിസൽദേവ് രാസോയില് നായിക ഭേദ് ഏതാണ്? പ്രോഷിത് പത്തിക്ക നായിക കേട്ടോ. പിന്നെ ആരാ എഴുതിയിരിക്കുന്നേ? നരപതി നാൽഹ. ഓക്കെ, ബിസൽദേവ് രാസോ, നായക് നരപതി നാൽഹ. ലേഖകാണ് നരപതി നാൽഹ, നായകാരാണ് ബിസൽദേവ് തൃതി കേട്ടോ. തെറ്റിപ്പോവരുത്. നായിക ഭേദ് പ്രോഷിത് പത്തിക്ക നായിക. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആരാണ്? ഗുമാൻ റാസോ. ഗുമാൻ റാസോ ആരാ എഴുതിയിരിക്കുന്നത്? ദളപതി വിജയ്. ഓക്കെ, അതിൽ കൂടുതലായിട്ട് അങ്ങനെ പേരേ ചോദിച്ചിട്ടുള്ളൂ. എക്സ്പ്ലനേഷൻ അധികം ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്യാത്തത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. ഇനി അഥവാ വന്നാലോ? ഓക്കെ, ശരി, ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. विश्व की अधिकांश भाषाएं किससे संबंध रखती हैं? विश्व की अधिकांश भाषाएं सुडानी परिवार से, बरोपी परिवार से, कागेशी परिवार से, चीनी परिवार से. ഏതാണ് ലോകത്തിലെ അധികാംശ ഭാഷകൾ ഏതാ വരുന്നത്? ബറോപ്പി പരിവാർ സെ. ബറോപ്പി പരിവാറിൽ വരുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ കാഗേശി പരിവാർ, ചീനി പരിവാർ, സുജാനി പരിവാർ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, റീഡ് ചെയ്യാണ്ട് പോവേണ്ട. കാരണം ഇതിലേതെങ്കിലും ഒരു ഭാഷയെ കുറിച്ച് ചോദിച്ചാൽ അത് ഏത് പരിവാറിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ടെൻഷനായി പോകും. അപ്പൊ എന്താ, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ, ഇതിപ്പോ ഏതാ ആൻസർ വരുന്നത്? ബറോപ്പി പരിവാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ ക്വസ്റ്റ്യൻ? किसानों के जीवन का चित्रण करने वाली प्रेमचंद की कहानी कौन सी है? ഏതാണ്? ആരുടെയാണ് ചോദിച്ചത്? പ്രേംചന്ദിന്റെ കഹാനിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രേംചന്ദ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രേംചന്ദിന്റെ ഉപന്യാസം, കഥ അല്ലേ? ഇവരുടെ അകത്ത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്? കിസാനോ കി ജീവൻ കാ ചിത്രൻ കർണേ വാലി കഥ ഏതാണ്? പൂസ് കി രാത്, നമക് കാ ദാരോഗ, കാശ്മീരി സേബ്, ഈദ്ഗാഹ്. ഇതിൽ ഏതിലാണ് കിസാനോ കി ജീവൻ കാ ചിത്രൻ? അല്ലേ, കിസാൻ ആരാണ്? കർഷകൻ. കർഷകനെ കുറിച്ചിട്ട് പറഞ്ഞ ജീവിത ഏതാണ് വരുന്നത്? പൂസ് കി രാത്. പൂസ് കി രാത്തിലാണ് കർഷക ജീവിതത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് അല്ലേ? അതോടൊപ്പം നമുക്ക് നോക്കാം നമക് കാ ദാരോഗ, കാശ്മീരി സേബ്, ഈദ്ഗാഹ്. ഇതിലൊക്കെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നും അതോടൊപ്പം ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് നിങ്ങൾ നോക്കണം കേട്ടോ. കഥാപാത്രങ്ങൾ പാത്ര ചോദിക്കാറുണ്ട്. നോക്കാം നമുക്ക്. എന്താണ് കർഷക ജീവിതം? പൂസ് കി രാത്ത് ആണ്, മറന്നു വരുന്നത്. കിസാനോ കി ജീവൻ കാ ചിത്രൻ. കഥാപാത്രം ആരൊക്കെയാണ്? ഗരീബ് കിസാൻ ഹൽക്കു. കിസാന്റെ പേരെന്താണ്? കർഷകന്റെ പേര് ഹൽക്കു. പത്നി മുന്നി ഓർ പാൽത്തു കുത്ത ജബ്ര. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്ത് ജബ്രയുടെ പേര് പറഞ്ഞിട്ട് പൂസ് കി രാത്തില് ഏതിലുള്ളതെന്ന് ചോദിച്ചു. പിന്നെ കൂടാതെ ഈ കുത്തയുടെ പേര് എന്താന്ന് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. ജബ്ര ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ജബ്രയുടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ ഇങ്ങനെയാണ് ചോദിക്കാം. ഒന്നെങ്കിൽ അതിന്റെ പ്രതിപാദ്യം എന്താന്ന് ചോദിക്കും, മെയിൻ ക്യാരക്ടേഴ്സ് എന്താന്ന് ചോദിക്കും, ആ ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ആനിമൽ ഉണ്ടെങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും മെയിൻ ആയിട്ട് ഇവരുടെ കോമൺ ജീവിതത്തിലേക്ക് വരുന്ന ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഏതെങ്കിലും വക്കീലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരോ അങ്ങനെ ഏതെങ്കിലും ഗ്രാമവാസിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടല്ലോ, ഗ്രാമമുഖ്യനൊക്കെ. അപ്പോൾ അതേപോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എക്സാമിന് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ഒക്കെ പോയി ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പൂസ്കിരാത്ത് കഴിഞ്ഞു. അടുത്ത ഓപ്ഷനിൽ എന്തായിരുന്നു വരുന്നത്? നമക്ക ദാരോഗ. ഇതേതാണ്? ഈ കഹാനിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇമാൻദാരി ഏവം കർത്തനിഷ്ഠ സമാജ് കാ നിർമ്മാൺ. അതാണ് ആ കഥയുടെ പ്രതിപാദ്യം. ഓക്കെ, ഇമാൻദാരി. എന്താണ് ഇമാൻദാരി? സത്യസന്ധത, കർത്തവ്യനിഷ്ഠ. ഓക്കെ, അതാണ് അതിന്റെ പ്രതിപാദ്യമായിട്ട് വരുന്നത്. ധൻ കെ ഊപ്പർ ധർമ്മ കെ ജീത് കി ഹെ. അതായത് പൈസയെക്കാളും ധർമ്മം അല്ലേ? അതാണ് ധർമ്മത്തിനാണ് ജീത്, വിജയം. ഓക്കെ, നോക്കൂ, അതിന്റെ പ്രമുഖ പാത്രം ഏതാണ്? മുംഷി വംശീധർ. ആരാണ് അദ്ദേഹം? നമക്കെ ദാരോഗ. പിന്നെ ആരാണ്? പണ്ഡിറ്റ് അലോപി ദീൻ. ഇവരാണ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമക്ക ദാരോഗയില്. പിന്നെ അടുത്തേതായിരുന്നു ഓപ്ഷൻ? കാശ്മീരി സേബ് ആൻഡ് ഈദ്ഗാഹ്. കാശ്മീരി സേബിൽ എന്താണ്? ഗ്രാഹകോ കോ സാവധാൻ കർണ അല്ലേ? ഗ്രാഹകാരാണ് നമ്മളെ കസ്റ്റമേഴ്സ്, അവരെ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഷോപ്പ് ഉടമകള് നമ്മളെ പറ്റിക്കും, അപ്പൊ അവര് കരുതിയിരിക്കുക. അതിനുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ് എന്ത് വരുന്നത്? കാശ്മീരി സേബ്. പിന്നെ ഈദ്ഗാഹ്. ഈദ്ഗാഹിൽ ആരാ മെയിൻ പാത്രങ്ങൾ വരുന്നത്? ഹാമിദ് ഓർ അവന്റെ ദാദി അമീന, അവരെ കുറിച്ചുള്ള കഥയാണ് വരുന്നത്. എന്താണ്? പ്രേം ഓർ ത്യാഗ് കി സീഖ് മിൽത്തി ഹെ. ആ സ്റ്റോറിയിൽ എന്താ വരുന്നത്? പ്രേം ഓർ ത്യാഗ്. ഓക്കെ, അപ്പം ആ കഥാപാത്രങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ കഥയുടെ പ്രതിപാദ്യം എന്താണ്, ആ കഥയിൽ എന്താണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന്. ഓക്കെ, നമ്മൾ ഇതിന് മുന്നത്തെ PYQല് നമ്മൾ ഉപന്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടോ. പ്രേംചന്ദിന്റെ ഉപന്യാസം അത് നോക്കണം കേട്ടോ. ഈ PYQ ഫസ്റ്റ് പാർട്ട് PYQ നോക്കാത്തവര് എന്തായാലും ആ ഭാഗം നോക്കണം. അതിൽ എക്സാമിന് വരുന്ന കുറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലാണ് പ്രേംചന്ദിന്റെ ഉപന്യാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ, പഞ്ചമേൽ കിച്ചടി കിസ് കവി സെ സംബന്ധിത് ഹെ? പഞ്ചമേൽ കിച്ചടി ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? സൂർദാസ്, ജായ്സി, തുളസിദാസ്, കബീർദാസ്. ഇവർ ആരെ പറ്റിയാണ് പഞ്ചമേൽ കിച്ചടി എന്ന് പറഞ്ഞിരിക്കുന്നത്? പഞ്ചമേൽ കിച്ചടി എന്താണ്? അവരുടെ ആ ഭാഷയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതുന്ന ലാംഗ്വേജിനെ കുറിച്ച് കേട്ടോ. പഞ്ചമി മിക്സഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നതാണ് പഞ്ചമേൽ കിച്ചടി. ആരാണ്? കബീർദാസ്. വെരി ഗുഡ്, കബീർദാസ് ആട്ടോ. അദ്ദേഹത്തിന് വേറെയും കുറെ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. പഞ്ചമേൽ കിച്ചടി എന്ന് ആരാ പറഞ്ഞത്? ഡോക്ടർ ശ്യാം സുന്ദർ ദാസ് അല്ലേ? സതുക്കടി, അദ്ദേഹത്തിന്റെ ഭാഷ സതുക്കടി ഭാഷയാന്ന് ആരാ പറഞ്ഞത്? ആചാര്യ രാമചന്ദ്ര ശുക്ല. സതുക്കടി ഭാഷയിലാണ് കബീർദാസ് എഴുതുന്നത് പറഞ്ഞത് ആരാണ്? ശുക്ലജി. വാണിക ഡിക്റ്റേറ്റർ, അദ്ദേഹത്തെ വാണിക ഡിക്റ്റേറ്റർ എന്ന് അനുമോദനം ചെയ്തത് ആരാണ്? ഹസാരി പ്രസാദ് ദ്വിവേദിജി. കബീർ കെ വാണി സംഗ്രഹ്, അദ്ദേഹത്തിന്റെ രചനകൾ ഏതൊക്കെയാണ്? സാക്കി, സപത്, റമൈനി. അതിന് ഒരൊറ്റ ഉള്ളിൽ ഉൾപ്പെടുത്തിയതാണ് ഏത്? ബീജക്. ബീജകത്തിനകത്ത് അത് 3 ഇൻക്ലൂഡ് ആണ് അല്ലേ? അപ്പൊ കബീർദാസിന്റെ ഏതാണ് രചന? ബീജക്. അതിനുള്ളിൽ വരുന്നതാണ് എന്ത്? സാക്കി, സബത് ആൻഡ് റമൈനി. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തനായ ശിഷ്യൻ ഏതാണ്? ധർമ്മദാസ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ കബീർദാസിനെ കുറിച്ച്? പഞ്ചമേൽ കിച്ചടി, അദ്ദേഹത്തിന്റെ ഭാഷയ്ക്ക് പറഞ്ഞ പേരുകളാണ് പഞ്ചമേൽ കിച്ചടി, സതുക്കടി. പിന്നെ അദ്ദേഹത്തിന് വാണിക ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞത് ആരാണ്? ഹസാരി പ്രസാദ് ദ്വിവേദി കേട്ടോ, മറന്നു പോകരുത്. പോവാ അടുത്ത ഹോസ്റ്റലിലോട്ട്. ओके क्लियर है लेम पोलो बच्ची कुर्सी पर बैठती है यहाँ कुर्सी पर में प्रयुक्त कारक कौन सा है? कारकिനെ കുറിച്ചാണ് പറയുന്നത്. കാരക് ഷ്വർ ട്ടോ. ഷ്വർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഷ്വർ ക്വസ്റ്റ്യൻസ് ആണ്. കാര പറഞ്ഞ ഗ്രാമർ ട്ടോ. ഈ ഗ്രാമർ പോർഷൻ ഷ്വർ ആണ്. സംജ്ഞ, സർവനാം, കാരക്, അതേപോലെ അവ്യയ് ഒക്കെ അല്ലേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രാമർ പോർഷൻ നോക്കണം. ഗ്രാമറിന് നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ.
അത് ഒരിക്കലും തെറ്റിപ്പോവില്ല. മറ്റേ കവികളുടെ പേര് പറയുമ്പോൾ നമുക്ക് ചിലപ്പം അവരുടെ കവിതകൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷേ ഇതൊന്നും തെറ്റിപ്പോലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡുകളാണ്. നോക്കി പോവാം. ഇതിൽ ബച്ചി കുർസി പർ ബൈഠത്തി ഹെ. യഹാ കുർസി പർ അല്ലേ, കുർസി പർ. ഈ പർ എന്ന് പറയുന്നത് ഏത് കാരകത്തിലാണ് വരുന്നത്? കാരകം എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അതിൽ ഏതൊക്കെ 4 എണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളൂ. കർത്തകാരക്, കരൺ കാരക്, അധികരൺ കാരക്, സംബോധൻ കാരക്. ഇതിൽ ഏത് കാരകയിലാണ് ആ കുർസി പർ എന്ന് പറയുന്ന ആ പർ എന്ന് പറയുന്ന ആ പ്രയുക്ത് വരുന്നിരിക്കുന്നത്? പർ എവിടെയാ വരുന്നത്? അധികരൺ കാരക്. ഓക്കെ, അധികരൺ കാറിലാണ് എന്ത് വന്നിരിക്കുന്നത്? ആ പർ എന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒക്കെ ഏതാണ് നമുക്ക് നോക്കാം. കർത്തകാരിൽ ഏതാ വരുന്നത്? കർത്തകാരക് നേ. നമുക്ക് നോക്കാം. നോക്കി വെക്ക. കാരക എന്തായാലും നോട്ട് ചെയ്യണം കേട്ടോ. കുർസി പർ എവിടെയാ വരാ? അധികരൺ കാരകാണ്. कारक 8 എണ്ണാണ്. 8 प्रकार के है. कर्ता कारक, कर्म कारक, करण कारक, संप्रदान कारक, अपादान कारक. പിന്നെ വരുന്നത് ഏതൊക്കെയാണ്? സംബന്ധ കാരക്, അധികരൺ കാരക്, സംബോധൻ കാരക്. അതിന്റെ ചിഹ്നങ്ങൾ ഏതൊക്കെയാ വരുന്നത്? कर्तकारकने, कर्म कारक को, करण कारक से के द्वारा के साथ, संप्रदान कारक को के लिए के वास्ते, അപാദാൻ കാരക് സേ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു എക്സാമ്പിൾസ് തന്നിട്ട് അതിൽ സേ ഏതിൽ വരുന്നു? കരൺ കാരകിലാണോ അപാദാൻ കാരകിലാണോ ആ സേ വരാ? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 എക്സാമ്പിൾസ് ക്ലിയർ ആക്കി നോക്കി വെക്കണം. പിന്നെ അടുത്തത് ഏതാ വരാ? സംബന്ധ കാരക്. ഏതാണ്? കാ, കെ, കി. അധികരൺ കാരക് മേ, पर. संबोधन कारक हे, अरे. ഓക്കെ, നോക്കാം. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. എന്താണ് കാരക്? संज्ञा या सर्वनाम के जिस रूप से वाक्य के दूसरे शब्दों के साथ संबंध जाना चाहिए उसे कारक कहते हैं. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തിട്ട് ഇത് എന്തിനെയാണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സംജ്ഞയാണോ സർവനാമാണോ കാരകാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ഇതിന്റെ മാത്രമല്ല സംജ്ഞ സർവനാമത്തിന്റെയും. ഓക്കെ, പിന്നെ ഓരോ കാരക എന്താന്ന് ഒറ്റ വരിയിൽ എഴുതിയിട്ടുള്ളൂ. ശ്രദ്ധിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുക. അപ്പം അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പഠിച്ച പോകാം ഇത് തന്നെയാണോ എന്താണെന്നൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി ചെറിയൊരു പോയിന്റ് കൊടുത്തിട്ടുള്ളൂ. നോക്കൂ, എന്താ കർത്തകാരക? അതിന്റെ വിഭക്തി ചിഹ്നം ഏതാണ്? ने. संज्ञा या सर्वनाम के जिस रूप से क्रिया के करने वाले का बोध हो. ആരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ചിഹ്നം വരുന്നത്? ने പ്രത്യയം അല്ലേ. संज्ञा या सर्वनाम के जिस रूप से क्रिया के करने वाले का बोध. ഓക്കെ, നെക്സ്റ്റ് ഏതാ വരുന്നത്? കർമ്മകാരക. അതിന്റെ വിഭക്തി ചിഹ്നം ഏതാണ്? കോ. ക്രിയാക്കെ कार्य का फल जिस पर पड़ता है അല്ലേ. ആരാണ് ചെയ്യുന്നത്? ആ ക്രിയാക്കെ कार्य का फल ആർക്കാണ് അതിന്റെ ഫലം കിട്ടുന്നത്? അതാണ് എന്ത്? കോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ്? കർമ്മ അല്ലേ, കർമ്മം. കരൺ കാരക സേ. എന്റെ ഏതാ ചിഹ്നങ്ങള്? സേ, കെ ദ്വാര, കെ സാത്ത്. जिसकी सहायता से कोई कार्य किया जाए उसे करण कारक कहते हैं ले. संप्रदान कारक എന്താ? जिसके लिए कुछ किया जाए या जिसे कुछ दिया जाए. को, के लिए, के वास्ते. നെക്സ്റ്റ് ഏതാ വരുന്നത്? അപാദാൻ കാരക സേ. കരൺ കാരകും അപാദാൻ കാരകും നോക്കി വെക്കണം കേട്ടോ. കരൺ കാല ശരിക്കും ഒരു കാരണം വരുന്നത് അല്ലേ. ചാക്കു സേ മാർത്താ ഹേ അല്ലെ. എന്താണ്? ചാക്കു കത്തി കൊണ്ട് കൊല്ലുന്നു അല്ലേ. സേ അപ്പൊ അതിന്റെ കാരണം എന്താണ്? കത്തിയാണ്. ചാക്കു സേ മാർത്താ ഹേ. ലേക്കിൻ അപാദാൻ കാരകിൽ എങ്ങനെ വരാ? തുലന കർണ, ഡർനെ കാ ഭാവ് ഓർ അലഗ് ഹോനെ കാ ഭാവ്. തുലന രണ്ടെണ്ണം. തുലന കർണ അല്ലേ. പിന്നെയോ ഡർനെ കാ ഭാവ് പേടിക്കുന്നത്. അലഗ് ഹോനെ കാ ഒന്നിൽ നിന്നൊന്ന്
വിട്ടുപോരുന്നത് അല്ലേ? പേഡ്സി ആം ഗിർത്തേ ഹേ അല്ലേ? മരത്തിന്റെ മുകളിൽ എന്ത് താഴെ വീണു? ആം. അപ്പൊ എന്താണ്? അതിൽ നിന്നും വിട്ടു പോവാന്നുള്ള അല്ലെ? അലഗ് ഹോനെ കാ ഭാവ്. അതേപോലെ തുലന കർണ, രണ്ടെണ്ണം അതേപോലെ യോജിച്ച് പറയാം. ഡർനെ കാ ഭാവ്, പേടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും. സാബ്സെ ഡർത്തി ഹൂ അല്ലേ? മേ സാബ്സെ ഡർത്തി ഹൂ അല്ലേ? ചാക്കൂസെ മാർത്തി ഹൂ, ചാക്കൂസെ പേന കൊണ്ട് കൊല്ലുന്നു. അവിടെ അത്ര വ്യത്യാസം വന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ മീനിങ് മനസ്സിലാക്കിയിട്ട് വേണം ഏത് കാരകാണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഏതാ പറഞ്ഞത്? സംബന്ധ കാരക്, അധികരൺ കാരക്, സംബോധൻ കാരക്. ഓക്കെ, ഇതിന്റെ ചിഹ്നങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ? ആ സേ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? കാരക് പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാലൊന്നും ക്ലിയർ ആവില്ല. നിങ്ങൾ ഇരുന്ന് നല്ലപോലെ അത് റീഡ് ചെയ്യുക കേട്ടോ. അതിന് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. കരൺ കാരകിന്റെ അപദാൻ കാരകിന്റെ 2-3 എക്സാമ്പിൾസ് നോക്കുക. കരൺ കാരക് എന്താണ്? എന്തിനെങ്കിലും കൊണ്ട് എന്ന് വരുന്നതാണ് അവിടുത്തെ സേന്റെ വരുന്നത് അല്ലേ? പേന കൊണ്ട് എഴുതുന്നു, കത്തി കൊണ്ട് കൊല്ലുന്നു, ആ രീതിയിൽ. ഇവിടെ എന്താണ്? പേടിക്കുന്നൊരു ഭാവം, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്ന് വിട്ടുപോകുന്ന അല്ലേ? നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിൽ അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ വിട്ടു പോകുന്ന രീതിയിൽ. മരത്തിൽ നിന്നും എന്താണ്? മാങ്ങ താഴെ വീഴുന്നു, അത് അതിൽ നിന്നൊന്ന് വിട്ടു പോകുന്ന ആ ഒരു എക്സാമ്പിൾസിൽ, ആ ഒരു മൈൻഡിൽ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ മീനിങ് നോക്കാം. മീനിങ്ങിന്റെ രീതി ഏത് രീതിയിലാണ് വരുന്നത് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് പോവാം. ഗ്രാമർ പോർഷൻ ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നന്നായിട്ട് റീഡ് ചെയ്യാൻ തന്നെ വേണം കേട്ടോ. എക്സാമ്പിൾസ്, ഒരുപാട് എക്സാമ്പിൾസ് റീഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് മൈൻഡിലേക്ക് വരും. ഒരു ക്വസ്റ്റ്യൻ കാണുക, പെട്ടെന്ന് തന്നെ നമുക്ക് അപദാനാണോ അല്ലെങ്കിൽ കരണാണോ എന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പഹാഡ് മേ വി ദിൻ ഭർ ടഹൽത്തെ ഹേ, ഇസ് വാക്യ മേ പഹാഡ് कौन सी संज्ञा है? പഹാഡ്, ഇതിലെ പഹാഡ് ഏത് സംജ്ഞയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഹാഡ് മേ വേ ദിൻ ഭർ ടഹൽത്തെ ഹേ. നോക്കാം. ഭാവവാചക്, ജാതിവാചക്, വ്യക്തിവാചക് ഓർ ദ്രവ്യവാചക്, ഇതിൽ ഏത് സംജ്ഞയാണ് ഇത്? പഹാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പഹാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സംജ്ഞയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് പറയണമെങ്കിൽ നമുക്ക് എന്താണ് സംജ്ഞ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? നാമത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഒരു വ്യക്തി, വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് എന്ത്? സംജ്ഞ എന്ന് പറയുന്നത്. ആ സംജ്ഞയിൽ തന്നെ പാട്ടുകളായിട്ട് വരുന്നതാണ് എന്ത്? ഭാവവാചക് സംജ്ഞ അല്ലേ? എന്തെങ്കിലും ഒരു ഭാവം, ബടാപ്പൻ അല്ലേ, മൃദുത്വ അല്ലേ, ദയാശീലത, ഇങ്ങനെ ഏതെങ്കിലും ഭാവങ്ങൾ വരുന്നതാണ് എന്ത്? ഭാവവാചക് സംജ്ഞ. ജാതിവാചക് സംജ്ഞയോ? ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നതാണ് എന്ത്? ജാതിവാചക് സംജ്ഞ. വ്യക്തിവാചകോ അല്ലേ? ആ ഒരു വ്യക്തിയെ കുറിച്ച്, ഇപ്പൊ രാമൻ, രഘു, സീത, ആ ഒരു വ്യക്തിയെ കുറിച്ച്, ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ച് അല്ലേ? ആ പേരിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇപ്പം കോഴിക്കോട് അല്ലേ, രാമനാട്ടുകര. അപ്പൊ നമ്മൾ ആ ഒരു രാമനാട്ടെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ആ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നതാണ് വ്യക്തിവാചക്. ദ്രവ്യവാചക്, എന്താണ് ദ്രവ്യവാചക് വരുന്നത്? അതായത് നമ്മുടെ തേൽ, പിന്നെയോ ജൽ, സോന, ചാന്തി, അതൊക്കെ എന്താണ്? ദ്രവ്യവാചകാണ്. അപ്പൊ ഇതിൽ ഏതാ വരുക? പഹാഡ്. ഇപ്പൊ 4 ഓപ്ഷനിൽ ഏതാ വരുന്നത്? പഹാഡ്. ജാതിവാചക് സംജ്ഞ. ആ പഹാഡ് പറയുന്ന ഒറ്റൊന്നല്ല, ആ ഒരു പഹാഡിനെ, ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ അല്ലെ, പർവ്വതത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് എന്ത്? ജാതിവാചക് സംജ്ഞ. അപ്പം പഹാഡയിലാ വരുന്നത്? ജാതിവാചകില്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംജ്ഞ, എന്താണ് അതിന് ഭാഗങ്ങൾ അല്ലെ, എത്ര വിഭാഗമായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഓടിച്ചു പോവാം. നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഇരുന്ന് പഠിക്കാം. ഞാനൊന്ന് ഓടിച്ച് പോവാം കേട്ടോ. संज्ञा वह शब्द है जो किसी व्यक्ति, वस्तु, स्थान, भाव आदि के नाम का बोध कराते हैं. എത്രണ്ണ ഉള്ളത്? വ്യക്തിവാചക സംജ്ഞ, ജാതിവാചക സംജ്ഞ, പിന്നെ ഏതൊക്കെയാ വരുന്നത്? സമൂഹവാചക സംജ്ഞ, ദ്രവ്യവാചക സംജ്ഞ, ഭാവവാചക സംജ്ഞ. ഓക്കെ, അത് ഏതൊക്കെയാന്ന് നോക്കിയേ. കിസി വ്യക്തിവാചക സംജ്ഞയിൽ എന്താ വരുന്നത്? किसी विशेष मनुष्य,
प्राणी, स्थान या वस्तु का बोध कराए. ഞാൻ പറഞ്ഞു അല്ലേ, കിസി പ്രത്യേക, അതായത് രാമൻ അല്ലെങ്കിൽ രാമനാട്ടുകര, കോഴിക്കോട്, മഹോദയ്, രവിവാർ, ഗംഗ, കൃഷ്ണ, അവരൊക്കെ പറ്റി പറയുമ്പോൾ അവർ മാത്രമാണ് വരുന്നത്. അതിലേക്ക് വേറെ ആരും എക്സ്ട്രാ വരുന്നില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലേ, ആ ഒരു സ്ഥാനത്തെക്കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ജാതിവാചക് സംജ്ഞ. किसी विशेष या संपूर्ण जाति का बोध कराए. അതാണ് എന്ത്? ജാതിവാചക് സംജ്ഞ. നോക്ക് എന്തൊക്കെ എക്സാമ്പിൾ വരുന്നത്. മനുഷ്യ, ആ മനുഷ്യ ജാതിയെ കുറിച്ച് മൊത്തം പറയുന്നതാണ് എന്ത്? മനുഷ്യ. രാക്ഷസ്, രാക്ഷസ വർഗം മൊത്തം എന്തിൽ വരുന്നു? രാക്ഷസില്. പുസ്തക്, എല്ലാ പുസ്തകങ്ങളെ കുറിച്ചും പുസ്തകം അല്ല പറയുന്നത്. പർവ്വത്, പർവ്വത ഗ്രൂപ്പ് അല്ലെ, പഹാഡ്. ഗാവ്, അതേപോലെ ബച്ചെ, കുട്ടികളെ കുറിച്ച് നമ്മൾ പറയും. പക്ഷെ കുട്ടികൾ ആരെങ്കിലും ഒരാളെ പേരെടുത്ത് പറയുകയാണെങ്കിലാണ് അത് ജാതിവാചകമായി. അല്ലാണ്ട് കുട്ടികൾ എന്ന് മൊത്തമായിട്ട് പറയുമ്പോൾ എന്താണ്? വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആ ഒരു ജാതിയെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ, കുട്ടികളെ കുറിച്ച്. ഇനി ഏതാ വരുന്നത്? രണ്ടാമത് ഏതാ വരാ? സമൂഹവാചക് സംജ്ഞ. ആ ഒരു മൊത്തം ഒരു ഗ്രൂപ്പ് വരുന്നത് അല്ലേ. സേന, ഭീഡ്, ഭീഡ് പറഞ്ഞാൽ എന്താ? കൂട്ടം. പരിവാർ അല്ലേ, പരിവാറിൽ എല്ലാവരും വരുന്നുണ്ട് അല്ലേ, എല്ലാ ജാതിക്കാരായിട്ട് വരുന്നില്ലേ. സ്ത്രീ ജാതി വരുന്നുണ്ട്, പുരുഷ ജാതി വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്? ജാതിവാചകമായി. എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ എന്തായി? പരിവാറാകുമ്പോൾ എന്താണ്? ആ ഒരു സമൂഹം, ഒരു ഗ്രൂപ്പായി മാറി അല്ലേ. അപ്പൊ ജോ ശബ്ദ് एक को न बताकर पूरे समूह या पूरे समुदाय का बोध कराए तो वह എന്താണ്? സമൂഹവാചക് സംജ്ഞ. ക്ലിയർ അല്ലേ? അടുത്ത സംജ്ഞയിലോട്ട് പോവാം. द्रव्यवाचक संज्ञा. जो शब्द किसी धातु या द्रव्य का बोध कराए वह द्रव्यवाचक संज्ञा. एग्जाम्पल सोना, तेल, दाल, चावल, ओके, चांदी. ओके, नेक्स्ट വരുന്നത് भाववाचक संज्ञा. जो शब्द किसी वस्तु या गुण, दोष, अवस्था, भाव का बोध कराए ले. बड़प्पन ले, मित्रത. അത് എക്സാമ്പിൾസ് എന്താണ്? തക്കാൻ, സഫലത, മിത്രത, മിറ്റാസ്, ബുഡാപ്പ അല്ലേ. അതൊക്കെ എന്താണല്ലോ വരുന്നത്? ഭാവവാചക് സംജ്ഞ, നമ്മുടെ ഭാവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? എല്ലാ സംജ്ഞകളുമായി എക്സാമ്പിൾസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോവാം. इनमें हालावाद के प्रवर्तक कवि कौन है? നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ആൻസർ ഞാനിപ്പോ 2 ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഹാലാവാദിനെ കുറിച്ച്. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഹാലാവാദ് का प्रवर्तक कवि कौन है? महादेवी वर्मा, हरिवंश राय बच्चन, सूर्यकांत त्रिपाठी निराला, ദിനകർ ജി. ആരായിരുന്നു ഹാലാവാദിലെ പ്രമുഖ കവി? ആരായിരുന്നു? ഹരിവംശറായ് ബച്ചൻ. ഇവിടെ നോട്ട് ചെയ്യാട്ടോ, ഇതൊരു മാർക്ക് നോട്ട് ചെയ്യണേ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. കഴിഞ്ഞ നമ്മളെ ലാസ്റ്റ് കഴിഞ്ഞ മാർച്ചിന് മുൻപ് ഏതാ ഒക്ടോബറിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് ഇത്. സെയിം ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് നോക്കൂ, ഓപ്ഷൻസ് നോക്കിയേ. महादेवी वर्मा, हरिवंश राय बच्चन, सूर्यकांत त्रिपाठी निराला, ദിനകർ. ഇതിൽ ഛായാവാദി കവി അല്ലാത്തതാര്? ഇവര് 3 പേരും മഹാദേവി വർമ്മ, സൂര്യകാന്ത് ത്രിപാഠി നിരാല, ദിനകർ. ഇവര് 3 പേരും ആരാണ്? ഛായാവാദി കവിയാണ്. കവിയിൽ നമ്മൾ പറയുന്നുണ്ട് ഛാ സ്തംപ് അല്ലേ, 4 പില്ലേഴ്സ് അല്ലേ, 4 പില്ലേഴ്സ്, 4 തൂണാണ് എന്ന് അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മഹാദേവി വർമ്മ, നിരാല ജി, ദിനകർ ജി. ഒരാളും കൂടെ ഉണ്ട്. 4ാമത്തെ തൂണ് ഏതാണ്? പ്രസാദ് ജി. ട്ടോ, ഇത് ബൈഹാർട്ട് ആക്കണേ, മറന്നു പോകരുത്. അവരിൽ നിന്നും ഇവര് 3 പേരും അല്ലാത്ത അല്ലെ ഛായാവാദി കവി അല്ലാത്ത കവി ആര്? അതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? സെയിം ഓപ്ഷൻ. ഓപ്ഷനിലൊന്നും മാറ്റില്ല. എന്താ ചോദിക്കുന്നത്? ഇതിന്റെ അകത്ത് ഛായാവാദി കവി അല്ലാത്തതാര്? അല്ലാത്തതാരാ? ഹരിവംശറായ് ബച്ചൻ. ആരാണ്?
ഛായാവാദി കവി അല്ലാത്ത ആളാരാണ്? ഹരിവംശ് റായ് ബച്ചൻ. ഹരിവംശ് റായ് ബച്ചൻ ആരാണ്? ഹാലാവാദി കവി അല്ലേ? ഹാലാവാദി കവി ആരെന്നാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ടിട്ട് ഛായാവാദി കവി അല്ലാത്തത് ആര്? ഹാലാവാദി കവി ഹരിവംശ് റായ് ബച്ചൻ. നോട്ട് ചെയ്യാട്ടോ. സെയിം ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി വെച്ചു. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. സെയിം ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു മാറ്റമില്ലാണ്ട് ഇങ്ങനെ തന്നെ ചോദിച്ചു അല്ലേ? രാംചരിതമാനസ് മേ കിത്തനെ കാണ്ഡ് ഹെ? സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കേട്ടോ. രാംചരിതമാനസ് കെ കിത്തനെ കാണ്ഡ് ഹെ? എത്രയാണുള്ളത് രാംചരിതമാനസിലെ? ഇതിലെന്താണ്? രാംചരിതമാനസിലെ കാണ്ടാണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രാമചരിതമാനസിലെ സർഗത്തിന് എന്താണ് പേര്? കാണ്ടാണോ, സമയാണോ, പ്രകാശാണോ? എന്താണ്? കാണ്ടാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം. ഇനി അതിൽ എത്ര കാണ്ടാ ഉള്ളത്? 2, 4, 7, 9. എത്ര ഉള്ളത്? 7 കാണ്ട്. ആ 7 കാണ്ഡങ്ങളും നമ്മൾ ഓർത്തിരിക്കുക, റീഡ് ചെയ്യണം. അതിലൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ഏറ്റവും ഫസ്റ്റ് കാണ്ഡ ഏതാണെന്ന്. ഏത് കാണ്ടാണ്? ബാലകാണ്ടാണ് ഏറ്റവും ഫസ്റ്റ് കേട്ടോ. ബാലകാണ്ടാണ് ഏറ്റവും ഫസ്റ്റ് വരുന്നത്. അത് നോട്ട് ചെയ്യുക കേട്ടോ. ഏറ്റവും വലിയ കാണ്ഡ ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതാ ക്വസ്റ്റ്യൻ എന്താ വന്നിരുന്നത്? രാംചരിതമാനസ് മേ കിത്തനെ കാണ്ഡ് ഹെ? 7 കാണ്ഡ്. ഓക്കെ, ആരാ എഴുതിയിരിക്കുന്നത് രാംചരിതമാനസ്? ആരുടെയാണ് രാംചരിതമാനസ്? തുളസീദാസിന്റെ അല്ലേ? തുളസീദാസിന്റെ അല്ലേ രാംചരിതമാനസ്? ആണോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കുറേ മഹാകാവ്യങ്ങൾ വരുന്നുണ്ട്, അതിന്റെ സർഗങ്ങളൊന്ന് ഓടിച്ചു നോക്കാം. ചന്ദ്രബരദായി പൃഥ്വിരാജ് രാസോ 69 समय. हिंदी का प्रथम महाकाव्य ഏതാണ്? പൃഥ്വിരാജ് രാസോ. പിന്നെ ജായ്സിയുടെ പത്മാവത് എത്ര കാണ്ടാണ്? 33. ഓക്കെ, अवधी भाषा का प्रथम महाकाव्य. हिंदी का प्रथम महाकाव्य पृथ्वीराज रासो. अवधी भाषा का प्रथम महाकाव्य जयसीकृत पद्मावत. പിന്നെ ഹരിയൗധിജിയുടെ പ്രേപ്രവാസ്. പിന്നെ മതിലി ശരൺ ഗുപ്തജി की സാകേത് എത്ര സർഗാണ്? 12. തുളസീദാസിന്റെ രാമചരിതമാനസ് 7 കാണ്ഡ്. കേശവ് की രാമചന്ദ്രിക 39 പ്രകാശ്. ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, ഇങ്ങനെ എക്സാമിന് ചോദിക്കണ്ടേ. പ്രകാശ്, കാണ്ഡ്, സർഗ് കേട്ടോ. കേശവദാസിന്റെ രാമചന്ദ്രിക എന്തിനാ വരുന്നത്? പ്രകാശാണ്, സർഗല്ല. അപ്പം രാമചന്ദ്രികയുടെ സർഗത്തിന്റെ പേരെന്താ? പ്രകാശ് കേട്ടോ. ഓർമ്മിക്കണേ. ജയശങ്കർ പ്രസാദിനെ കമായിനി 15 സർഗ് കേട്ടോ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രബരദായി പൃഥ്വിരാജ് രാസോ 69 समय. ओके, हिंदी का प्रथम महाकाव्य. सो क्लियर अല്ലേ? ओके, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. इनमें कौन सी गतिविधि सहवर्ती अधिगम के अंतर्गत नहीं आती? മാർക്ക് ചെയ്യാ. അതാദ്യം മാർക്ക് ചെയ്തിട്ട് വേണം പിന്നെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ അയ്യോ ഇതെല്ലാം ഒരുപോലെയാണല്ലോ എന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാ? इनमें कौन सी गतिविधि सहवर्ती अधिगम അതായത് കൊളാബറേറ്റീവ് ലേണിംഗ് के अंतर्गत नहीं आती. नहीं आती എന്നാ വരുന്നില്ല. ഈ ഓപ്ഷൻ്റെ അകത്ത് ഈ കൊളാബറേറ്റീവ് ലേണിംഗിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പത്രിക की तैयारी, कहानी का नाटकीकरण, कविता का दृश्याभास അല്ലേ? കവിതാ പാഠ് പ്രതിയോഗിത. ഇതിലെ കൊളാബറേറ്റീവ് ആയിട്ട് ലേണിംഗ് എന്താണ്? നമ്മൾ കുട്ടികൾ ഒരുമിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റി. അതല്ലാത്തത് ഏതാണ്? പത്രികാക്കി തയ്യാറി അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണോ ചെയ്യുക? അല്ല, 2-3 വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. കഹാനിക നാടകീകരൺ. നമ്മളൊരു കഹാനിക നാടകീകരൺ ഒരു സ്ക്രിപ്റ്റ് എഴുതാണെങ്കിൽ അല്ലെ, ഒരു നാടകം എഴുതാണെങ്കിൽ അല്ലെങ്കിൽ നാടകത്തെ റോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിൽ എത്ര ഒരാൾ മാത്രം നിന്നിട്ടാണ് ഒരു നാടകം ചെയ്യുക? അല്ല. കവിതാക്ക ദൃശ്യാഭാസ് എന്താണ്? ദൃശ്യാവിഷ്കാരം. അതാണ് ദൃശ്യാഭാസ് എന്ന് പറഞ്ഞാൽ ദൃശ്യാവിഷ്കാരം, ഒരു കവിതയുടെ ദൃശ്യാവിഷ്കാരം. അതാണെങ്കിലോ ഒരാൾ ഒറ്റക്കാണോ? അല്ല, അതിൽ കുറെ ആക്ടേഴ്സ് ഉണ്ടാവില്ലേ? അപ്പൊ ഇത് 3 എന്തിൽ വരും? കൊളാബറേറ്റീവ് ലേണിംഗിൽ വരും. അപ്പൊ അല്ലാത്തത് ഏതായിരിക്കും?
കവിതാ പാഠ് പ്രതിയോഗിത. ഒരു കവിത ചൊല്ലാം അല്ലേ? ഒരു കവിത ചൊല്ലൽ മത്സരമാണെങ്കിൽ ഒരു കുട്ടി ഒറ്റയ്ക്കല്ലേ കവിത ചൊല്ലാം അല്ലേ? നമ്മുടെ ഒരു മത്സരത്തിന് വരുമ്പം കവിത ചൊല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗദ്യത്തിന്റെ മത്സരങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് മത്സരത്തിന് നിൽക്കാം അല്ലേ? അപ്പൊ ആരാണ് എന്താ വരാം അല്ലേ? കുട്ടികൾ ഒരുമിച്ച് ചെയ്യാത്തത് ഏതാ വരുന്നത്? കവിതാ പാഠ് പ്രതിയോഗിത. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? संग्रदन कहाँ से निकलने वाली हिंदी पत्रिका है? केरल से, चेन्नई से, दिल्ली से, भोपाल से. ഏതാണ് ആൻസർ? കേരൾ से निकलने वाली पत्रिका है संग्रदन. ഓക്കെ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, किसमें पाठ्यपुस्तक की गतिविधियों का विस्तृत ब्यूरो रहता है? ഏതിലാണ് പാഠപുസ്തകങ്ങളുടെ ആക്ടിവിറ്റി അല്ലെ, ലെസൺ ആക്ടിവിറ്റികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നതിലാണ്? ശിക്ഷക് സാത്തി, ടീച്ചർ ടെക്സ്റ്റ്, പ്രശ്നപത്ര, ക്വസ്റ്റ്യൻ പേപ്പർ, അക്കാദമിക് മാസ്റ്റർ പ്ലാനിലാണോ? വാർഷിക് ആയോജന, ഇയർ പ്ലാൻ. ഏതിലാണ് പാഠ്യപുസ്തക की गतिविधियों का विस्तृत ब्यूरो? ഏതിലാ വരുന്നത്? അക്കാദമിക് മാസ്റ്റർ പ്ലാനിലാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റികളുടെ കൂടുതലായിട്ടുള്ള വിശകലനം ഇതിലാണ് വരുന്നത്, അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, मौखिक अभिव्यक्ति की दृष्टि से सफल शिक्षण तंत्र अथवा शिक्षण युक्ति ഏതാണ്? എന്തിൻ്റെയാണ്? മൗഖിക് അഭിവ്യക്തി. മൗഖിക് അഭിവ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭാഷണം, നമ്മുടെ സംസാര രീതിയിൽ. നോക്കൂ, പാനൽ ചർച്ച, പരിയോജന, പ്രദത്ത് കാര്യ, സങ്കലൻ. ഇതിലേതിലാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ രീതിയിൽ കൂടെ നമ്മൾ എന്താണ് സഫൽ ശിക്ഷൺ തന്ത്ര ഏതാണ് വരുന്നത്? പാനൽ ചർച്ചയാണോ? പരിയോജനയാണോ? ഈ പരിയോജനയും പ്രദത്ത് കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അസൈൻമെന്റും പ്രൊജക്ട് വർക്കുകളൊക്കെ ആണ് കേട്ടോ. അപ്പൊ എന്തായിരിക്കും? സങ്കലനവും അതിൽ പെടുന്നതാണ്. പാനൽ ചർച്ചയാണ് മൗഖിക് അഭിവ്യക്തി. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ശിക്ഷണ രീതി ഏതാണ്? പാനൽ ചർച്ചയാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഇതൊക്കെ പരിയോജന എന്ന് പറഞ്ഞ അസൈൻമെന്റ്, പ്രദത്ത് കാര്യം എന്താ? प्रोजेक्ट वर्क ആണ് ട്ടോ. नेक्स्ट है भाषा की शिक्षण की कक्षा में रोल प्ले किस पर जोर देता है? मौन वाचन में, विचार विनिमय पर, सुलेख पर, श्रवण कौशल पर. ഇതിലേതിലാണ് ഭാഷാ ശിക്ഷൺ की कक्षा में रोल प्ले? നോക്കൂ ഏതിലാ വരാ? മൗൻ വാചനിലാണോ വിചാർ വിനിമയിലാണോ റോൾ പ്ലേ? നമ്മുടെ റോൾ ഏതിലാ വരുന്നത്? ഭാഷാ ശിക്ഷൺ की कक्षा. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, എന്നാലേ മനസ്സിലാവും. ഭാഷാ ശിക്ഷൺ की कक्षा എന്താണ്? ഭാഷാ പഠനത്തില് നമുക്ക് ഇതിലേതാ നമ്മുടെ റോൾ വരാ? സുലേഖ पर ആണോ? ഭാഷ പഠിക്കുമ്പോ മൗൻ വാചനിലാണോ? മൗൻ വാചൻ എന്താ? സൈലന്റ് ആയിട്ട് റീഡ് ചെയ്യാം. സുലേഖ ഏതാണ്? നോക്കി എഴുതില്ല നമ്മൾ, കോപ്പി റൈറ്റിംഗ്. ശ്രവൺ കൗശൽ पर. ശ്രവൺ കൗശൽ എന്താ? ഓഡിയോ ലേണിംഗ് അല്ലേ? ശ്രവൺ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കാം. ശ്രവൺ കൗശൽ എന്താണ്? ലേണിംഗ് ആണ് വരുന്നത് അല്ലേ? ഇപ്പൊ എന്താ ആൻസർ വരുന്നത്? വിചാർ വിനിമയ ആണ് കേട്ടോ. ഭാഷാ ശിക്ഷൺ की कक्षा में रोल प्ले എന്താ വരാ? വിചാർ വിനിമയ, നമ്മുടെ ആശയ വിനിമയ ക്ലാസ്. ഓക്കെ, ഇതൊക്കെ പെഡഗോജി ഭാഗമാണ്, നോക്കി വെക്കുക. പെഡഗോജി ഒരു 20 ക്വസ്റ്റ്യൻ ആണ്. 20 അതിൽ കൂടുതൽ അല്ലാതെ പെഡഗോജി ക്വസ്റ്റ്യൻ വരാറില്ല. 20 ക്വസ്റ്റ്യൻ ഷുവർ ആണ് പെഡഗോജി ഭാഗത്തു നിന്ന്. ടോട്ടൽ 80 ആണ്, അതിൽ 20 കൂടുതൽ പെഡഗോജി ഭാഗത്തു നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവാ. നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? നിർമ്മാണാത്മക് അതായത് ഫോർമാറ്റീവ്. നിർമ്മാണാത്മക് ഫോർമാറ്റീവ് മൂല്യാങ്കൻ കബ് കിയാ ജാതാ ഹൈ? എപ്പോഴാണ് ഫോർമാറ്റീവ് മൂല്യാങ്കൻ ഇവാലുവേഷൻ ചെയ്യുന്നത്? ഫോർമാറ്റീവ് ഇവാലുവേഷൻ എപ്പോഴാണ് വരുന്നത്? കാര്യകാൽ കെ അന്തമേ, ഓരോ സെമസ്റ്റർ വൈസ് ആയിട്ടാണോ വരുന്നത്? പഠായി കെ ദൗരാൻ, പഠനത്തോടനുബന്ധിച്ചാണോ ഈ ഫോർമാറ്റീവ് എക്സാം നടക്കുന്നത്? സാൽ കെ അന്തമേ, ഇയറിൽ അല്ലേ? എൻഡിങ് ഓഫ് ദ ഇയർ, സാൽ കെ അന്തമേ, ലാസ്റ്റ് വർഷാവസാനാണോ?
പദോന്നതി കെ സമയ, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികൾക്ക് പദോന്നതി കൊടുക്കുന്ന സമയത്ത് അല്ലെ, കുട്ടികളെ ഇപ്പൊ 7 8 മാറ്റുന്ന സമയത്താണോ, അവരുടെ പ്രൊമോഷന്റെ സമയത്താണോ നമ്മൾ ഈ ഫോർമാറ്റീവ് എക്സാം നടത്തുന്നത്? എപ്പോഴാ ഫോർമാറ്റീവ് എക്സാം നടത്തുന്നത്? എപ്പോഴാ? പഠായി കെ ദൗറാൻ ആണ് ഫോർമാറ്റീവ് എക്സാം നടത്തുന്നത്. പിന്നെ സമ്മാറ്റീവ് എപ്പോഴാ വരാ? അതാണ് ലാസ്റ്റിലേക്ക് വരുന്നത് എക്സാം അല്ലെ. ഫോർമാറ്റീവ് സമ്മാറ്റീവ് 2 എക്സാം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലിയർ അല്ലേ? ओके, नेक्स्ट क्वेश्चन। शिक्षण अधिगम के क्षेत्र में डिजिटल स्रोत सामग्री उपलब्ध कराने हेतु शिक्षा विभाग केरल द्वारा संचालित डिजिटल प्लेटफॉर्म, ഇതിപ്പോ ഈ അടുത്തായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമ്മളെ കേരള ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എന്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്? ശിക്ഷൺ അധികം കെ ക്ഷേത്രമേ ഡിജിറ്റൽ സ്രോത് സാമഗ്രി. നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ വരുന്നത് ഏതാ വരുന്നത്? കുട്ടികൾക്ക് ഇപ്പൊ സ്മാർട്ട് റൂം ഇല്ലേ? സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ എന്തിലാ വരുന്നത്? സമ്പൂർണയിലാണോ, സഹിതത്തിലാണോ, സമഗ്രയിലാണോ, സമേതമിലാണോ വരുന്നത്? ഏതിലാ വരുന്നത്? സമഗ്ര ട്ടോ, സമഗ്രയിലാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? ഇപ്പൊ സമഗ്ര നമ്മൾ പറഞ്ഞു എന്താണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലേ, ഡിജിറ്റൽ ടീച്ചിങ് പ്ലാറ്റ്ഫോം ആണ് എന്ത്? സമഗ്ര. ശിക്ഷൺ അധികം കെ ലിയെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലേ, ഡിജിറ്റൽ സ്രോത് സാമഗ്രി വരുന്നത്. പിന്നെയോ നമ്മുടെ സമ്പൂർണ്ണ എന്താണ്? സമ്പൂർണ്ണ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറെ. ഇപ്പൊ കുട്ടികളെ സ്കൂളിലേക്ക് കയറ്റുമ്പോഴും അവരുടെ അഡ്മിഷന്റെ അവരുടെ ടീസിന്റെ കാര്യങ്ങളൊക്കെ എന്തിലാ വരുന്നത്? സമ്പൂർണ്ണയിലാണ് വരുന്നത്. പിന്നെ സഹിതത്തിൽ എന്താ വരുന്നത്? കുട്ടികളുടെ മെന്ററിംഗ് പ്രോഗ്രാം അല്ലേ, കുട്ടികളുടെ ചെയ്യുന്ന ഓരോ വർക്കുകളും നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് അല്ലേ. അവർക്ക് എന്താണ് കൂടുതലായിട്ട് നമുക്ക് റെമഡിയൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവരുടെ ആ മെന്ററിംഗ് പ്രോസസ്സാണ് എന്തിൽ വരുന്നത്? സഹിതത്തിൽ വരുന്നത്. പിന്നെ സമേതം എന്താണ്? ഇപ്പോൾ പുതിയൊരു വെബ്സൈറ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്? സമേതം. നമുക്ക് ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ചും അതേപോലെ എയ്ഡഡ് സ്കൂളിനെ കുറിച്ചും ആ സ്കൂളിലുള്ള എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും, പ്രിൻസിപ്പലിനെ കുറിച്ച്, ആ സ്കൂളിൻ്റെ സിറ്റുവേഷന്, വർക്ക് കാര്യങ്ങൾ, എവിടെയാണ് അത് ഉള്ള സ്കൂൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള ആ ഒരു നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ. നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിനെ പറ്റി നമ്മൾ കോഴിക്കോട് പോയി അന്വേഷിക്കാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് നമ്മുടെ ഫോണിലൂടെ വെബ്സൈറ്റിലൂടെ ആ സ്കൂളിനെ കുറിച്ചും ആ സ്കൂളിൻ്റെ എന്താണ് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയതായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇത് സമേതം. അവിടുത്തെ പ്രിൻസിപ്പലിനെ കുറിച്ചും അവിടുത്തെ സ്കൂളിൻ്റെ ഡീറ്റെയിൽഡ് എല്ലാ കാര്യങ്ങളും പഠനത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണിത് സമേതം വരുന്നത്. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, സമഗ്രയും സഹിതമൊക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. സഹിതത്വം ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഇംഗ്ലീഷ് പാർട്ടിൽ, എങ്ങനെ നമ്മളെ GK പാർട്ടിൽ സഹിതം ചോദിച്ചു, ഹിന്ദി പാർട്ടിൽ സമഗ്രയും ചോദിച്ചു കേട്ടോ. അപ്പോൾ രണ്ടും ഒന്ന് നോക്കിയിട്ട് പോണം കേട്ടോ. പിന്നെ സമ്പൂർണ്ണത നമ്മൾ TCയുടെ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ശരി, അടുത്തതിലോട്ട് പോവാം നമുക്ക്. അടുത്തെന്താ? കേരള के स्कूलों में 5वीं से लेकर 10वीं तक हिंदी का अध्ययन. എന്താണ്? 5वीं से लेकर 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ ഹിന്ദി ഏത് രീതിയിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഏത് സ്കൂളാണ്? കേരളത്തിലെ സ്കൂളിലാണ് കേട്ടോ. കേരള के സ്കൂളിൽ മാതൃഭാഷയായിട്ടാണോ പഠിപ്പിക്കുന്നത്? മാതൃഭാഷ के रूप में, तीसरी भाषा के रूप में, മൂന്നാമത്തെ ഭാഷയായിട്ട്, തേർഡ് ലാംഗ്വേജ് ആയിട്ടാണോ പഠിപ്പിക്കുന്നത്? വിദേശി ഭാഷ के रूप में, അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടാണോ പഠിപ്പിക്കുന്നത്? वैकल्पिक भाषा के रूप में. ഏതാ നാലാമത്തെ വയ്ക്കുന്നത്? वैकल्पिक भाषा के रूप में. അപ്പൊ ഇതിൽ ഏതാ വരാ? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ ഹിന്ദി ഭാഷ ഏത് രീതിയിലാണ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തില്? യെസ്, तीसरी भाषा के रूप में, തേർഡ് ലാംഗ്വേജ് ആയിട്ടാണ്. ഫസ്റ്റ് ലാംഗ്വേജ് നമ്മളെ മാതൃഭാഷ, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, തേർഡ് ഏതാ വരുന്നത്? ഹിന്ദി അല്ലേ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഈ രീതിയിലാണ് നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ओके, नेक्स्ट എന്താ? तीसरी भाषा के रूप में. ओके, नेक्स्ट क्वेश्चन നോക്കാം. मौखिक भाषा के माध्यम से अभिव्यक्त भावों एवं विचारों को सुनकर समझने का कौशल. ഏത് രീതിയിലാണ്? मौखिक भाषण के माध्यम से, നമ്മുടെ സംസാരത്തിലൂടെ നമ്മൾ मौखिक भाषण നമ്മൾ പറഞ്ഞുകൊണ്ട് अभिव्यक्त करते भाव एवं विचारों को सुनकर समझने का. നമ്മളിപ്പോൾ പറയും ചെയ്യാണ്, ആ പറയുന്നത് നമ്മളിപ്പോൾ ഒരു റീഡ് ചെയ്യുക, ആ റീഡ് ചെയ്യുന്നത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഏതാ വരുന്നത്? ഭാഷണാണോ
ശ്രവൺ കൗശലാണോ, വാചൻ കൗശലാണോ, ലേഖൻ കൗശലാണോ? നമ്മൾ പറയും ചെയ്യുന്നുണ്ട്, നമ്മൾ ആ പറയുന്നത് നമ്മൾ കേട്ടിട്ട് ആ ഭാഗം, നമ്മൾ ആ കേൾക്കുന്ന ആ ഭാഗം, ആ ഒരു സ്റ്റോറി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും വരിക? വാചൻ. വായിക്കുമ്പോഴല്ലേ നമ്മളത് വായിച്ചിട്ട് ആ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യം വായിക്കുന്നുണ്ട്, വായിച്ചത് എന്താണ്? കേൾക്കുന്നുണ്ട്. അപ്പൊ ഏതാ വരാ? വാചനാണ് വരാ. ഭാഷണം എന്താ? ജസ്റ്റ് റീഡ് ചെയ്യാ മാത്രം അല്ലേ? ശ്രവണോ? കേൾക്കുക മാത്രം. ലേഖനോ? എഴുതുക മാത്രം. വാചനിലാണ് നമ്മൾ പറയും ചെയ്യുന്നുണ്ട്, ആ പറയുന്നത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കൗശൽ പഠിക്കണം. കൗശലിന് ഇംഗ്ലീഷ് ഫോമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ചോദിക്കും, എക്സാമിന് ചോദിക്കുന്നുണ്ട് ഭാഷായി കൗശൽ എന്താണ്, അതിന്റെ ഓർഡർ ചോദിക്കുന്നുണ്ട്. ഇത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഇതാണ് നമ്മുടെ മൈൻഡിൽ ഇതിനേക്കാൾ കൂടുതൽ നിൽക്കുക. ശ്രവൺ എന്ന് പറഞ്ഞാൽ ലിസണിങ്, ഭാഷ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ്, പറയുന്ന രീതി. വാചൻ റീഡിങ്, നമ്മൾ റീഡ് ചെയ്യുന്നതാണ് വാചൻ. ഭാഷണവും വാചനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഭാഷണില് നമ്മൾ റീഡ് ചെയ്യാൻ വായിക്കുന്ന മാത്രമേ വരുന്നുള്ളൂ, മൗഖിക് എക്സ്പ്ലനേഷൻ അല്ലേ, സംസാര ഭാഗം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ വാചനിൽ എന്താണ്? നമ്മൾ വായിക്കും ചെയ്യുന്നുണ്ട്, വായിക്കുന്നത് കേട്ടത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? ലേഖൻ. ലാസ്റ്റ് വരുന്നത് ലേഖൻ. അതിന് ഇംഗ്ലീഷിന്റെ കറക്റ്റ് ഓർഡർ ഫോം ഏതാണ്? LSRW. ലേണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഇത് ഷോർട്ട് ഫോം ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതെന്തിനാ പഠിച്ചു വെക്കുന്നത്? എക്സാമിന് ചോദിക്കുന്നുണ്ട് ഇതിന്റെ കറക്റ്റ് ഓർഡർ. നമ്മളെ ഭാഷാ ശിക്ഷൺ സിദ്ധാന്തിലെ ഭാഷാ കൗശലിന്റെ കറക്റ്റ് ഓർഡർ ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ഈ കറക്റ്റ് ഓർഡർ അറിയണമെങ്കിൽ ഇത് പഠിച്ചു വെച്ചാൽ ഈ ഓർഡർ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. ശ്രവൺ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ലേണിംഗ്. ഭാഷ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ്. വാചൻ എന്ന് പറഞ്ഞാൽ റീഡിംഗ്. ലേഖൻ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്. ഓക്കെ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പഠിക്കാനുള്ള സിമ്പിൾ ഫോമാറ്റ് ആണ് എന്ത്? LSRW. ओके, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. संरचना की दृष्टि से सही वाक्य कौन सा है? संरचना की दृष्टि से നോക്കൂ. पानी बरस रही है, पानियां बरस रही है, पानी बरस रहा है, पानी बरस रही है. ഏതാണ് കറക്റ്റ് സെന്റൻസ്? ഏതാ? രഹി ഹെ, രഹി ഹെ, രഹി ഹെ ഒക്കെ ഇതിലാണ് വരുന്നത് അല്ലേ? സ്ത്രീലിംഗ ഫോമാറ്റിലാണ് വരുന്നിരിക്കുന്നത്. ഇത് മാത്രമാണ് പുല്ലിംഗത്തിൽ വന്നിരിക്കുന്നത്. പാനി ബരസ് രഹാ ഹെ. അപ്പൊ അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? നമ്മൾ ഏതാ നോക്കണ്ടേ? പാനി. പാനി പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? ഏതാ വരുന്നത്? പാനി പുല്ലിംഗം. പുല്ലിംഗാണ് കേട്ടോ വരുന്നത്. പാനി പുല്ലിംഗാണ് പാനി വരുന്നത്. പാനീന്റെ അവിടെ ഈക്കി മാത്രമാണെങ്കിലും അത് ഏതിലാണ് വരുന്നത്? പുല്ലിംഗാണ്. അപ്പൊ പാനി എന്താ വരാ? ബരസ് രഹാ ഹെ. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. പാനി പുല്ലിംഗാണ്. പുല്ലിംഗാകുമ്പം പാനി ബരസ് രഹാ ഹെ. ഓക്കെ, പാനി ബരസ് രഹാ ഹെ. ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഹിന്ദി പക്വാഡ ഏതാണ്? പക്വാഡയുടെ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ഹിന്ദി പക്വാഡ സമയ മനായ ജാത്ത ഹെ അല്ലേ? എത്ര സമയമാണ്, എത്ര ദിവസത്തിലാണ് ഇത് ചെയ്യുന്നതിന്? ഹിന്ദി പക്വാഡ മനായ ജാത്ത ഹെ ഹം സിതംബർ 14 को, 14 to 28 को, പിന്നെ 14 से 20 तक അല്ലേ? 14 से 20 तक, പിന്നെ ജനുവരി 10 को. ഇതിലേത് സമയത്തിനുള്ളിലാണ് നമ്മൾ പക്വാഡ ആഘോഷിക്കുന്നത്? നമ്മൾ ഇപ്പോഴും ആഘോഷിക്കുന്നതാണിത്. എല്ലാ സ്കൂളുകളിലും ഈ ഒരു വീക്ക് വരുന്ന സമയത്ത് ഹിന്ദി കവിതകളും ഹിന്ദി രചനകളും എല്ലാം നമ്മുടെ പ്രേംചന്ദിന്റെ ഓരോ ഉപന്യാസങ്ങളും അദ്ദേഹത്തെ കുറിച്ച് അല്ലേ ഒക്കെ നമ്മൾ വലിയ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് സ്കൂളിൽ വെക്കും അല്ലേ? നമ്മുടെ ക്ലാസ് റൂമിൽ ഒട്ടിച്ചു വെക്കും. സ്കൂളിൽ അതിന്റെ ഒരു ഇതന്നെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളും നമ്മൾ ചെയ്യില്ലേ? നമ്മൾ ഒരു റൂമിൽ എല്ലാ ചാർട്ടും കൊണ്ടൊരു കയറിലൊക്കെ തൂക്കിയിടുന്ന ഓർമ്മയുണ്ടോ? ഇത് ഏത് ആഴ്ചയിലാണ്, ഏത് ദിവസങ്ങളിലാണ് ഇത് ചെയ്യുന്നത്?
सितंबर 14 से 28 तक ഇമ്പോർട്ടന്റ് ആണ്. 14 से 28 രണ്ടാഴ്ചയാണ് ഹിന്ദി പക്വാട. എത്ര വരുന്നത്? രണ്ടാഴ്ച കാലാണ് ഹിന്ദി പക്വാട ചെയ്യുന്നത്. ഈ സമയങ്ങളിൽ നമുക്ക് പത്രത്തിലൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. എന്ത്? ഹിന്ദി കഥക്കും കവിതക്കും ഒക്കെ അവാർഡ് കൊടുത്തതൊക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടെ. बेहतर उच्चारण सुनने, കേൾക്കണേ, बेहतर उच्चारण सुनने, उसे दोहराने, വീണ്ടും उसे दोहराने और रिकॉर्ड करने तथा अपने उच्चारण नमूने के साथ तुलना करके स्वयं मूल्यांकन करने का प्रावधान किसमें है? എന്താ ക്വസ്റ്റ്യൻ? ബെഹത്തർ ഉച്ചാരൺ സുന്നെ, നല്ല എക്സാമ്പിൾസ് അല്ലേ, നല്ല എക്സാമ്പിൾസ് കേൾക്കാനും അത് ദൊഹരാനെ റിപ്പീറ്റ് ചെയ്യാനും ആ ഉച്ചാരൺ നമൂനയ്ക്ക് സാത്ത് തുലന കർക്കെ, അത് മറ്റുള്ള എക്സാമ്പിളിന്റെ കൂടെ തുലന താരതമ്യം ചെയ്യാനും സ്വയം മൂല്യാങ്കൻ ചെയ്യാനും അല്ലേ, സ്വയം അതിനെ വിലയിരുത്താനും ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്തിൽ നിന്നാണ്? ഓപ്ഷൻ നോക്കൂ. ടാലന്റ് ലാബ് മേ, ഭാഷാ പ്രയോഗശാല മേ, വിജ്ഞാൻ പ്രയോഗശാല മേ, കക്ഷാ പുസ്തകാലയ മേ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയാണുള്ളത്? നമുക്ക് എവിടെയാണ് അത് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും അതിന്റെ സ്വയം മൂല്യാങ്കനം ചെയ്യാനും അല്ലെ അത് വിലയിരുത്താനും ഒക്കെ പറ്റുന്നത് എവിടെയാണ്? നമ്മളെ ടാലന്റ് ലാബിലാണോ? ഭാഷാ പ്രയോഗശാലയിലാണോ? ഭാഷാ ലാബിലാണോ വരുന്നത്? വിജ്ഞാൻ പ്രയോഗശാലയിലാണോ? അല്ലെങ്കിൽ പുസ്തകാലയിലാണോ? പുസ്തകാലയം എന്താ? ലൈബ്രറിയിലാണോ? ഏതിലാ വരുന്നത്? ലൈബ്രറി പോയാൽ നമുക്ക് പുസ്തകം റീഡ് ചെയ്യാം. പക്ഷെ എന്താ പറയുന്നത്? നമ്മൾ കേൾക്കുന്നുണ്ട്, നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ള എക്സാമ്പിൾസ് നോക്കിയിട്ട് നമുക്കത് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്വയം വിലയിരുത്താൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എവിടെ കിട്ടുന്നത്? ഭാഷാ പ്രയോഗശാലയില് അല്ലേ? യെസ്, വെരി ഗുഡ്. നോക്കൂ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക. 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ആദ്യം ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഓപ്ഷൻസിലോട്ട് പോവാൻ. ഓക്കെ, ഒരു ടെൻഷൻ അടിക്കേണ്ട, ഇപ്രാവശ്യത്തെ കെട്ടിട്ട് നമുക്കുള്ളതാണ് കേട്ടോ. പോവാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഇൻമേ കിസ്കി ഗണന വ്യവഹാരിക് പ്രോക്തി കെ അന്തർഗത് ഹെ? എന്തിൻ്റെ ഉള്ളിലാണ്? വ്യവഹാരിക് പ്രോക്തി കെ അന്തർഗത്. എന്താണ്? പ്രാക്ടിക്കൽ പ്രോസസ്. വ്യവഹാരിക് പ്രോക്തി എന്താ? പ്രാക്ടിക്കൽ പ്രോസസ്. യാത്രാ വിവരൺ കി, നാടക് കി, പോസ്റ്റർ കി, ആത്മകഥ കി. ഇതിനുള്ളിൽ ഏതിനകത്താണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രോസസ്? പ്രാക്ടിക്കൽ പ്രോസസ് വ്യവഹാരിക് പ്രോക്തി ഏതിലാ വരുന്നത്? ഏതിലാണ്? പോസ്റ്റർ ആട്ടോ. ആൻസർ ഏതാ വരുന്നത്? പോസ്റ്റർ. പോസ്റ്ററും നാടകവും വ്യത്യാസമില്ലേ? അറിയില്ലേ? വ്യവഹാരിക് പ്രോക്തി എന്താ? പ്രാക്ടിക്കൽ പ്രോസസ്സിൽ ഏതാ വരാ? പ്രോക്തിയാണ് വരുന്നത്. പോസ്റ്റർ ആണ് വരുന്നത് കേട്ടോ. ओके, नेक्स्ट क्वेश्चन. यह हमें साहित्य के माध्यम से विभिन्न संस्कृतियों और परिवेशों का अनुभव कराता है. എന്താണ് ഇതിന്റെ ഏതിന്റെ ഇതാണ് ചോദിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ മനസ്സിലാക്കാം. यह हमें, ഇത് നമ്മളെ साहित्य के माध्यम से, സാഹിത്യ രീതിയിൽ എന്താണ്? विभिन्न संस्कृतियों और परिवेशों का अनुभव कराता है. അല്ലേ? വിവിധ പരിസ്ഥിതിയെക്കുറിച്ചും വിവിധ സംസ്കൃതിയെക്കുറിച്ചും അവിടെയുള്ള പരിവേഷവും അവിടെയുള്ള ആ ഒരു പരിസ്ഥിതിയെക്കുറിച്ച് സംസ്കൃതിയും ആ ഭാഗത്തെ പരിവേഷവും ഒക്കെ അനുഭവക്കരാത്ത അവിടുത്തെ ആ പരിസ്ഥിതിയെക്കുറിച്ച് ആ ഭൂവിഭാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് അനുവാദ്. എന്താ? ട്രാൻസ്ലേഷൻ ആണ്. അനുലേഖൻ, ശ്രുതലേഖൻ, ലിത്യന്തരൻ. എന്താ ഇതൊക്കെ? അനുവാദ, ട്രാൻസ്ലേഷൻ. ലിത്യന്തരണോ? നമ്മളിപ്പോൾ മംഗ്ലീഷിൽ എഴുതാന്ന് പറയില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഫോണിലൊക്കെ ടൈപ്പ് ചെയ്യില്ലേ? ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് മംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷിലായിട്ട് ടൈപ്പ് ചെയ്യും. അതാണ് ലിത്യന്തരൻ എന്ന് പറയുന്നത്. ഒരു കഥയൊക്കെ നമുക്ക് നമ്മുടെ ഭാഷയിൽ മനസ്സിലാവാൻ നമ്മൾ ആ ഭാഷയിൽ ആ കഥ അതേപോലെ തന്നെ കോപ്പി ചെയ്യുന്നതാണ് എന്ത്? ലിത്യന്തരൻ. പക്ഷേ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അതല്ല. ട്രാൻസ്ലേഷൻ എന്താണ്? അതിൻ്റെ നമ്മുടെ വേർഷൻ
അല്ലേ? ഇംഗ്ലീഷിലൊരു കഥയുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? അതിൻ്റെ എല്ലാ നിയമങ്ങളോട് കൂടിയും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഷയിലേക്ക് അത് നേരെ തർജ്ജമം ചെയ്യുന്നതാണ് എന്ത്? ട്രാൻസ്ലേഷൻ വരുന്നത്. എല്ലാ നിയമങ്ങളോട് കൂടിയും എല്ലാ രീതിയിലും നമ്മുടെ ഭാഷയിലേക്ക്. പക്ഷെ ലിത്യേന്ദ്രൻ അതല്ല, ടോട്ടലി നമ്മൾ റീഡ് ചെയ്ത ആ ഒരു ലാംഗ്വേജ് ഇല്ലേ, അതാ നമ്മുടെ ഭാഷയിൽ എഴുതുന്ന ലിത്യേന്ദ്രൻ. ശ്രുതിലേഖൻ കേട്ടെഴുത്താണ്. അനുലേഖനാണ് എന്ത്? ഇത് ആ ഒരു ചെറു ഭൂവിഭാഗത്തെക്കുറിച്ച് നമുക്ക് സാഹിത്യത്തിന്റെ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഏതാ ആൻസർ? ഏതാ വരുന്നത്? അനുലേഖൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ല എന്താണ് അനുലേഖൻ? എന്താണ് ലിപ്യന്തരൻ, അനുവാദ്, ശ്രുതിലേഖൻ. ശ്രുതിലേഖൻ എന്ന് പറഞ്ഞാൽ കേട്ടെഴുത്ത്. നമ്മൾ കുട്ടികൾക്ക് കേട്ടെഴുത്ത് കൊടുക്കൂലേ? ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അവർ നമ്മൾ പറയുന്ന പോലെ എഴുതില്ല, അതാണ് കേട്ടെഴുത്ത്. ओके नेक्स्ट, कक्षा में डायरी लेखन का उद्देश्य नहीं है. क्वेश्चन നോക്കാ, कक्षा में डायरी लेखन का उद्देश्य नहीं है. അവിടെ നിങ്ങളെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമുക്ക് അത് വിട്ടുപോകും കേട്ടോ. എന്ത് ചെയ്യാ? ഡയറി ലേഖൻ കാ എക്സാമ്പിൾസ് ഏതാണെന്ന്, അല്ലാത്ത എക്സാമ്പിൾസ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഡയറി ലേഖൻ കാ ഉദ്ദേശം അല്ലാത്തത് എന്താ? लेखन कौशल में सुधार लाना, व्यक्तित्व एवं स्वयं की भावना का विकास करना, अनुलेखन का अभ्यास करना, लेखन में आत्मविश्वास जगाना. ഏതിൻ്റെതാണ്? ഡയറി ലേഖൻ. അപ്പം നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കും? ലേഖൻ കൗശൽമേ സുധാർ ലാന, അല്ലേ? നമ്മൾ ഡയറി റിപ്പീറ്റ്, നമ്മൾ ഡയറി എഴുതുമ്പോൾ ദിവസം ഇങ്ങനെ എഴുതാണ്. അപ്പം നമ്മുടെ ലേഖൻ കൗശല് സുധാർ, നമ്മളെ എഴുത്ത് ഹാൻഡ് റൈറ്റിംഗ് എന്താ വരും? ബെറ്റർ ആയിട്ട് വരും. സുധാർ ലാന എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്താം, നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആയിട്ട് വരും. രണ്ടാമത്തെ, വ്യക്തിത്വം एवं സ്വയം की भावना का विकास करना, നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ സ്വയം കി ഭാവന. നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മളെ ഡയറി എഴുതുന്ന സമയത്ത് നമ്മളെ ചിന്താശേഷി, അല്ലേ, നമ്മളെ വ്യക്തിത്വ ഭാവം എന്താ പറയുന്നത്? വ്യത്യാസം വരും, അതിൽ വികാസം വരും. പിന്നെ അനുലേഖൻ കാ അഭ്യാസ് കർണ. അനുലേഖൻ, നമ്മൾ അനുലേഖൻ പറഞ്ഞു. എന്താണ് അനുലേഖൻ? നമ്മളെ സാഹിത്യ രീതിയിൽ ഏതെങ്കിലും ഒരു ഭൂവിഭാഗത്തെ കുറിച്ച് പറയുന്നതാണ് എന്ത്? അനുലേഖൻ. പക്ഷെ നമ്മൾ ഡയറി എഴുതുമ്പോൾ അതാണോ? അല്ല, നമുക്ക് എന്താണോ മനസ്സിലാവുന്നത്, അല്ലേ, നമ്മുടെ ലേഖനാണ് എന്ത്? ഡയറി വരുന്നത്. പിന്നെ മൂന്നാമത്തെ എന്താണ്? ലേഖൻ മേ ആത്മവിശ്വാസ് ജഗാന. ലേഖനത്തിൽ ആത്മവിശ്വാസം, നമ്മളെ എഴുത്തിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാം. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആപ്റ്റായിട്ട് വരുന്നത് ക്വസ്റ്റ്യന്? ഡയറി ലേഖനത്തിന്റെ ഉദ്ദേശം അല്ലാത്തത് ഏതാണ്? അനുലേഖൻ നമ്മളെ ഉദ്ദേശമല്ല. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ഡയറിയിൽ മാർക്ക് ചെയ്യും, പക്ഷെ ഇത് അതിന്റെ ഒരു ഉദ്ദേശത്തില് വരില്ല, അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഡയറി ലേഖനത്തിന്റെ ഉദ്ദേശം അല്ലാത്തതാണ് ചോദിച്ചത്. അനുലേഖൻ കാ അഭ്യാസ് കരാന, അനുലേഖന്റെ അഭ്യാസം അല്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? शिक्षक की प्रतिफलनात्मक टिप्पणियां, रिफ्लेक्शन नोट्स, इनमें किसका घटक है? शिक्षक की प्रतिफलनात्मक टिप्पणियां ഏതിലാണ് വരുന്നത്? വാർഷിക് ആയോജന, ഇക്കായി ആയോജന, പ്രശ്നപത്ര, ദൈനിക് ആയോജൻ. ഇതിൽ ഏതിലാണ് റിഫ്ലക്ഷൻ നോട്ട്സ്? ആരുടെ? അധ്യാപകന്റെ. എന്തിലാ വരാം? ഇയർ പ്ലാൻ, വാർഷിക് ഇയർ പ്ലാൻ വരുന്നത്. ഇക്കായി ആയോജന എന്താണ്? ഇക്കായിലും കുറെ ലെസൺസ് വരുന്നുണ്ട്, അല്ലേ? പ്രശ്നപത്ര, ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദൈനിക് ആയോജന, ഇതിൽ ഏതിലാണ് പ്രതിഫലനാത്മക് ടിപ്പണിയാം? അധ്യാപകരുടെ പ്രതിഫലനാത്മക് ടിപ്പണിയാം ഏതിലാണ് വരുന്നത്? ഏതിലാണ് ഏറ്റവും കൂടുതൽ വരാ? ഇതിലൊക്കെ അധ്യാപകന്റെ സാന്നിധ്യം ഉണ്ടാവും, പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ എന്തിലാ വരുന്നത്? എന്തിലാ വരാ? ദൈനിക് ആയോജന, അല്ലേ? ലെസൺ പ്ലാൻ എഴുതുമ്പോൾ, അല്ലേ? ലെസൺ പ്ലാൻ എഴുതുമ്പോഴാണ് വരുന്നത്. ഓക്കെ, ദൈനിക് ആയോജന മീൻസ് ലെസൺ പ്ലാൻ. നമ്മൾ ഡെയിലി ഓരോ ലെസന്റെ പ്ലാൻ, ഓരോ പിറ്റേന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ലെസൺ പ്ലാൻ എഴുതില്ലേ, അതാണ് ദൈനിക് ആയോജന. ആ പാഠഭാഗത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും ആ പാഠഭാഗത്തിൽ എന്താണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളതൊക്കെ നമ്മൾ എന്തിലെഴുതും? ലെസൺ പ്ലാനിൽ എഴുതും. അതാണ് അധ്യാപകന്റെ പ്രതിഫലനാത്മക ടിപ്പണി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, इनमें मूल्यांकन का उद्देश्य नहीं है. ഇതിൽ മൂല്യാങ്കനത്തിന്റെ ഉദ്ദേശം
അല്ലാത്തത്. മൂല്യാങ്കനം എന്താ? ഇവാലുവേഷൻ. ഇവാലുവേഷന്റെ ഉദ്ദേശത്തിൽ അല്ലാതെ വരുന്നത് എന്താണെന്നാ ഉദ്ദേശിച്ചത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? प्रत्येक छात्र के स्तर का मापन और अंकन. प्रत्येक छात्र ഓരോ വിദ്യാർത്ഥിയുടെയും स्तर का मापन और अंकन. छात्रों की सूक्ष्म और समग्र जानकारी देना. छात्रों की मौखिक और लिखित क्षमता का आकलन करना. छात्रों के आत्मविश्वास को ठेस पहुंचाना. ഇപ്പൊ എന്തൊക്കെയാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്? ഓരോ കുട്ടികളുടെയും മൂല്യാങ്കൻ അല്ലെ, ഓരോ കുട്ടിയുടെ മാർക്കിന്റെ കാര്യങ്ങൾ, അവരുടെ മാപ്പനും അതിന്റെ അങ്കണം ഇവാലുവേഷനും മാർക്കിടലും. छात्रों की सूक्ष्म और समग्र जानकारी. ആ കുട്ടിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ സൂക്ഷ്മമായ രീതിയിലും പഠിക്കാം അല്ലെ, അതിന്റെ ജാൻകാരി മനസ്സിലാക്കാം. छात्रों की मौखिक और लिखित क्षमता का आकलन करना. കുട്ടികളുടെ ഓറൽ ആയിട്ടും റിട്ടൺ ആയിട്ടുള്ള ക്ഷമത का आकलन. ക്ഷമത എന്താ? അവരുടെ അബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഇവാലുവേഷൻ. ओके. പിന്നെ ലാസ്റ്റോ छात्रों के ആത്മവിശ്വാസ് को ठेस पहुंचाना. കുട്ടികളുടെ ആത്മവിശ്വാസത്തെ മുറിവേൽപ്പിക്കുക അല്ലേ, അതിന് ഭംഗം വരുത്തുക. അതാണ് ठेस पहुंचाना എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ലാത്ത എന്താ വരുന്നത്? ഇവാലുവേഷന്റെ ഉദ്ദേശം അല്ലാത്ത എന്താ വരുന്നത്? छात्रों के आत्मविश्वास को ठेस पहुंचाना. കുട്ടികളുടെ ആത്മവിശ്വാസത്തെ മുറിവേൽപ്പിക്കുക. അതൊരിക്കലും ഇവാലുവേഷന്റെ ഉദ്ദേശത്തിൽ വരുന്നില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കൂ, വ്യാകരൺ ശിക്ഷൺ കെ ലിയെ ഉപേക്ഷാകൃത ബെഹത്തർ വിധി മാനി ജാതി ഹെ. എന്താണ് വ്യാകരൺ ശിക്ഷൺ കെ ലിയെ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വിധി ഏതാണ്? ആഗമൻ വിധി, നിഗമൻ വിധി, സൂത്രവിധി ഓർ വാചൻ വിധി. ഇതിലേതാണ് വ്യാകരൺ ശിക്ഷൺ കെ ലിയെ ഉപേക്ഷാകൃത ബെഹത്തർ വിധി? നമ്മളെ ആഗമൻ വിധിയെക്കുറിച്ചും നിഗമൻ വിധിയെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മളെ ലാസ്റ്റ് അല്ലേ പാർട്ട് 1 പി വൈ ക്യു അനാലിസിസ് കണ്ടിട്ടുണ്ട് അല്ലേ. ആഗമൻ വിധി എന്താന്ന് നമ്മൾ പഠിച്ചു, നിഗമൻ വിധി പഠിച്ചു അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് ഇരിക്കുക? ആൻസർ എന്താ വരാ? ഏതാണ്? ആഗമൻ വിധി. ഞാൻ കഴിഞ്ഞ നമ്മുടെ പി വൈ ക്യൂലുള്ളതാണ്, അതുകൊണ്ടാണ് ഇതിന്റെ ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. കറക്റ്റ് ആൻസർ ഏതാണ്? ആഗമന വിധി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണണമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കാണാത്തവരെ അത് കാണാം. അതിനകത്ത് ആഗമന വിധിയും നിഗമന വിധിയും സൂത്രവിധിയും ഒക്കെ എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരുന്നത്? ആഗമൻ വിധി. സോ ആഗമൻ വിധിയെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ നോക്കി വെക്കാം. ഈ ഭാഗത്തു നിന്നും 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ആഗമന വിധിയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നിഗമൻ വിധിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തു നിന്ന് 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ പാർട്ട് ആഗമന വിധി ശിക്ഷൻ സൂത്ര കേട്ടോ, ശിക്ഷൻ സൂത്ര ഒന്ന് നോക്കി വെക്കാം. ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. शिक्षक दृष्टिबाधित छात्र को किस प्रकार की सामग्रियों द्वारा मदद कर सकते हैं? എങ്ങനെയുള്ള കുട്ടികളാണ് ദൃഷ്ടിബാധിത ഛാത്ര അല്ലേ? ദൃഷ്ടിബാധിത ഛാത്ര, അങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാൻ അധ്യാപകർ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നോക്കൂ, मुद्रित पाठकों के द्वारा, चित्रों के द्वारा, श्रव्य पाठकों के द्वारा और डिजिटल स्लाइड के द्वारा മദത് കർ സക്തേ ഹെ അല്ലേ. എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? എങ്ങനെയുള്ള കുട്ടികളാണ്? ദൃഷ്ടിബാധിത ഛാത്ര അല്ലേ, കണ്ണ് കാണാത്ത കുട്ടികൾ അല്ലേ. അവരെന്താ ചെയ്യാ? മുദ്രിത പാഠകോക്കെ ദ്വാര പ്രിന്റഡ് നോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലേ? അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകന് പ്രിന്റഡ് നോട്ട്സ് കൊടുത്താൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിലോ ചിത്രോക്കെ ദ്വാര എന്താണ് പിക്ചേഴ്സ് കൊടുത്തിട്ട്, പല ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ കൊടുത്തിട്ട്, ശ്രവ്യ പാഠകോക്കെ ദ്വാര ഓഡിയോ റെക്കോർഡിംഗ് അല്ലേ, റെക്കോർഡിംഗ് ഓഡിയോസിന്റെ ആ റെക്കോർഡഡ് ഓഡിയോസ് കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിലോ ഡിജിറ്റൽ സ്ലൈഡ് ദ്വാര, ഡിജിറ്റൽ സ്ലൈഡ് ഇതാ നമ്മുടെ ഈ സ്ക്രീന് പോലെ ഡിജിറ്റൽ ആയിട്ടുള്ള ഓരോ സ്ലൈഡിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇതിലേതായിരിക്കും ദൃഷ്ടിബാധിത ഛാത്രക്കെ ലിയെ സഹായക്? ഏതായിരിക്കും വരാ? യെസ് കറക്റ്റ്, ശ്രവ്യ പാഠകോക്കെ ദ്വാര അല്ലേ. കണ്ണ് കാണാത്തവർക്ക് നമ്മൾ എങ്ങനെയാ ഓഡിയോ റെക്കോർഡ് അല്ലേ, റെക്കോർഡഡ് ഓഡിയോസിലൂടെ അല്ലേ
लर्निंग श्रव्य पाठकों द्वारा. ओके, सो नेक्स्ट, ब्रेल प्रणाली का उपयोग किसके लिए उचित है? ब्रेल प्रणाली सेम क्वेश्चन തന്നെയല്ലേ വരുന്നത്. എങ്ങനെയാ ब्रेल प्रणाली के द्वारा उपयोग किसके लिए उचित है? ആർക്കാണ് ब्रेल प्रणाली പറ്റുക? श्रव्य बाधित बच्चों के लिए, दृष्टि बाधित बच्चों के लिए, अधिगम अक्षमता वालों के लिए और उपयुक्त सभी के लिए. ഇവരെല്ലാവരും പറ്റും എന്നാ പറയുന്നത്. നോക്കാം നമുക്ക് ആർക്കെ പറ്റും. ശ്രവ്യബാധിത അല്ലേ, ലിസൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാര്, ദൃഷ്ടിബാധിത അല്ലേ, കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകള് അല്ലേ, കാഴ്ചക്ക് പരിമിതിയുള്ള ആളുകള്, അധികം അക്ഷമതാ വാലോം കെ ലിയെ പഠനത്തിൽ പിറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെയോ ഇവരെല്ലാവർക്കും പറ്റും എന്ത്? ബ്രെയിൽ പ്രണാളി. അപ്പൊ ആർക്കാ പറ്റുമോ? ഏതാ കറക്റ്റ് ആൻസർ? യെസ്, ദൃഷ്ടിബാധിത ബച്ചോं के लिए ആണ് എന്ത് വരുന്നത്? ബ്രെയിൽ പ്രണാളി അല്ലേ. അല്ലാതെ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്കോ കേൾക്കാൻ പറ്റാത്ത കുട്ടികൾക്കോ ബ്രെയിൽ പ്രണാളി പറ്റുമോ? ഇല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, समावेशी कक्षा में इनमें किनको शामिल किया जाता है? समावेशी कक्षा എന്താ? समावेशी कक्षा इंक्लूसिव एजुकेशन. ഇതിൽ किनको शामिल किया जाता है? ആരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കക്ഷയിലെ ആ ക്ലാസ്സിലേക്ക്? നമുക്ക് ഇതിൽ നിന്ന് ആരെ, ഏത് കുട്ടികളെ നമുക്ക് ഇതിൽ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോവാൻ പറ്റും? ആരെ കൊണ്ടുപോകാൻ പറ്റും? विभिन्न शारीरिक क्षमता वालों को, विभिन्न भौतिक क्षमता वालों को, विभिन्न सामाजिक स्थिति वालों को, उपयुक्त सभी को. എല്ലാവരും ആ ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആരാ കറക്റ്റ് ആൻസർ വരാ? ശാരീരക്ഷമതയാണോ? അല്ല. പിന്നെ സാമാജിക് സ്ഥിതി വാലാണോ? അല്ല. ആരാണ്? विभिन्न भौतिक क्षमता वाले बच्चों को, ले विभिन्न बौद्धिक क्षमता वालों बच्चों को समावेशी कक्षा में शामिल किया जाता है. ഓക്കെ, ഇത് പെഡഗോജി ഭാഗമാണ്, നന്നായിട്ട് നോക്കി വെക്കാട്ടോ. എക്സാമിന് വരും, നിർബന്ധമായിട്ടും വരും കേട്ടോ. ഇനി നെക്സ്റ്റ് ഏതാണ്? സമ്പൂർണ്ണ ഭാരത് മേ ഹിന്ദി കാ സ്ഥാൻ. ഹിന്ദിയുടെ സ്ഥാനം. സമ്പൂർണ്ണ ഭാരതത്തിൽ ഹിന്ദിയുടെ സ്ഥാനം എന്താണ്? മാതൃഭാഷയാണോ? ഭാരതത്തിൽ എല്ലാ ഭാഗത്തും ഹിന്ദിയാണോ സംസാരിക്കുന്നത്? അതിരിക്ത ഭാഷ, സമ്പർക്ക് ഭാഷ, ദ ലാസ്റ്റ് വൺ ടെക്നിക്കി ഭാഷ. ഏത് രീതിയിലാണ് ഇന്ത്യ മൊത്തം ഹിന്ദി ഭാഷ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഭാഷയെ കുറിച്ച് പഠിക്കുമ്പോഴതാണ് അല്ലേ, ഹിന്ദി ഭാഷയെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. മാതൃഭാഷയെ കുറിച്ച് പഠിക്കും, അതിരിക്ത ഭാഷ, സമ്പർക്ക് ഭാഷ അല്ലേ, രാജ്ഭാഷ, രാഷ്ട്രഭാഷ. ഇതിൽ ഏതാണ് സമ്പൂർണ്ണ ഭാരതത്തിൽ വരുന്നത്? സമ്പർക്ക് ഭാഷാ രൂപത്തിലാണ് അല്ലേ, പരസ്പരം സമ്പർക്കത്തിന് വേണ്ടിയിട്ട് അല്ലേ, സമ്പർക്ക് ഭാഷ के രൂപത്തിലാണ് സമ്പൂർണ്ണ ഭാരത് में हिंदी का स्थान. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, भीष्म सहानी के उपन्यास तमस का प्रतिपाद्य क्या है? भीष्म सहानी का उपन्यास तमस का प्रतिपाद्य क्या है? എന്താണ് ആ പാഠത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നാണ് ട്ടോ. പ്രതിപാദ്യ ക്യാ ഹേ, എന്താണ് ഭീഷ്മ സഹാനിയുടെ ഉപന്യാസ തമസിന്റെ പ്രതിപാദ്യം? പ്രദീപിക്കല്ല, പ്രതിപാദ്യാണ് ട്ടോ, പ്രതിപാദ്യാണ് ട്ടോ. എന്താണ് ഈ ഭീഷ്മ സഹാനിയുടെ ഉപന്യാസത്തിലെ തമസിൽ എന്താണ് പ്രതിപാദനം ചെയ്തിരിക്കുന്നത്? തമസ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടിരിക്കുന്നത്? പ്രാകൃതിക് വിക്ഷോഭ്, സമുദ്രി യാത്ര, പഹാഡി ജീവൻ, ദ ലാസ്റ്റ് വൺ ദേശ് വിഭാജൻ. ഏതിനെ കുറിച്ചിട്ടാണ് ഈ തമസ് എന്നുള്ള ഭീഷ്മ സഹാനിയുടെ ഉപന്യാസത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ പ്രതിപാദ്യം, അതിന്റെ മെയിൻ പോയിന്റ്സ്, എന്തിനെ കുറിച്ചാണ് തമസ് പറയുന്നത്? എന്തിനെ കുറിച്ചാ പറയുന്നത്? പ്രകൃതിക്ഷോഭാണോ? സമുദ്ര യാത്രനെ കുറിച്ചിട്ടാണോ? പഹാഡി ജീവൻ അല്ലെ, പർവ്വത ജീവിത രീതികളെ കുറിച്ചിട്ടാണോ? അല്ലെങ്കിൽ ദേശ് വിഭാജനത്തെ പറ്റിയിട്ടാണോ പറയുന്നത്? ഏതെ കുറിച്ചാണ്? തമസിൽ പറയുന്നത് ദേശ് വിഭാജനാണ് കേട്ടോ.
ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ദേശ് വിഭാജനാണ്. ഓക്കെ, എന്താണ്? ഭീഷ്മ സഹാനി കാ ഉപന്യാസ് തമസ് കാ പ്രതിപാദ്യ. പ്രതിപാദ്യ എന്താണ്? ദേശ് വിഭാജനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ, നോക്കൂ, അദ്ദേഹത്തിന്റെ മറ്റു പ്രമുഖ രചനകളാണ്, ഭീഷ്മ സഹാനിയുടെ മറ്റു പ്രമുഖ രചനകളാണേത്? ജറോക്കെ, കട്ടിയാം, തമസ്, ബസന്തി. ഇതെല്ലാം എന്താണ്? ഉപന്യാസങ്ങളാണ്. ബഡ്കത്തി രാഗ്, ഭാഗ്യരേഖ, പെഹ്ലാ പാഠ്, പട്ടരിയാം, വാച്ചു. ഇതെല്ലാം എന്താണ്? കഹാനി സംഗ്രഹാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നാടകാണ് ഹാനുഷ്. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ആജ് കെ അതീത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? നോക്കിയിട്ട് പോവാട്ടോ ഭീഷ്മ സഹാനി. സോ ഓക്കെ ഡിയേഴ്സ്, അപ്പൊ നമ്മളെ PYQ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും യാതൊരു ടെൻഷനും ഇല്ലാണ്ട് ക്ലിയർ ആയിട്ട് വീഡിയോ കാണാം. നിങ്ങളുടെ എക്സാം അല്ലേ, കേട്ടിട്ട് ഇനി 5-6 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ കേട്ടിട്ട് നമുക്കുള്ളതാണ്, നമ്മളത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇനി ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? ഇനി 2-3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അല്ലേ, നമ്മൾ എഡ്ഫിൽ കേട്ടിട്ടിന്റെ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗങ്ങളുണ്ട്, അത് ഇരുന്ന് വായിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം, ഗ്രാമർ പോർഷൻസ് പ്രത്യേകമായിട്ട് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ മഹാകാവ്യങ്ങളുണ്ട് അല്ലേ, സൂർദാസ്, പ്രേംചന്ദ്, കബീർദാസ്, ഇവരെ പോലെയുള്ള പ്രമുഖരായ കവികളെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് പോവാ. ഇവരൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എല്ലാ കേട്ടിലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ പാർട്ട് 1 പാർട്ട് 2 നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ആ ഭാഗങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. എന്തായാലും നമുക്ക് കിട്ടും, ഷുവർ ആയിട്ടും കിട്ടും. അതേപോലെ നമ്മളെ പെഡഗോജി ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കാം. ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഓപ്ഷനിലോട്ട് പോവാം. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യാതൊരു ടെൻഷൻ വേണ്ട. നമുക്ക് ഈ ഒരു 7 ദിവസം തന്നെ വെച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കേട്ടിട്ട് സ്വന്തമാക്കാം. ഓക്കെ, ഒരു 80 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 50 മാർക്ക് മതി അല്ലേ? ഹിന്ദിയിൽ ഒരു 50-55 മാക്സിമം നമ്മുടെ സബ്ജക്റ്റിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ 80-ൽ 80 എടുക്കണം ഇല്ല, പക്ഷേ നമുക്ക് 60 എടുത്താലും നമുക്ക് 120 മാർക്ക് വാങ്ങിക്കാം. 90 മാർക്സ് മതി പാസ്സാവാൻ. പക്ഷേ നമ്മുടെ എയിം എന്തായിരിക്കണം? 120 മാർക്ക് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഷുവർ ആയിട്ട് ഇപ്രാവശ്യത്തെ കേട്ടിട്ട് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, നമുക്കുള്ളതാണ്. സോ ഓക്കെ ഡിയേഴ്സ്, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.